الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين من سن في الإسلام سنة حسنة فله أجرها وأجر من عمل بها بعده من غير أن ينقص من أجورهم شيء ومن سن في الإسلام سنة سيئة كان عليه وزرها ووزر من عمل بها من بعده من غير أن ينقص من أوزارهم شيء صدق شفيعنا رسول الله صلى الله عليه وسلم إلهي اهدنا فيمن هديت وخذ بنا إلى الحق نهجا في سواء الطريقة وكن شغلنا عن كل شغل وهمنا وبغيتنا عن كل هم وبغيتي وصلي صلاة لا تناهى على الذي جعلت به مسكا ختام النبوة صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്തുൽ ഇസ്രായിലെ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന 15ാം സൂക്തമാണ് നാം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എല്ലാ നിലക്കും മാർഗദർശനം നൽകുന്ന, ഏറ്റവും വലിയ നല്ല വഴികൾ കാണിച്ചു തരുന്ന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഇഹപര വിജയങ്ങൾ, പരാജയങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ഹിദായത്താണ്.
ഹിദായത്തുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. അല്ലാഹു ഹിദായത്ത് നൽകുക എന്നത് നമുക്ക് അല്ലാഹു നൽകുന്ന ഔദാര്യങ്ങളിൽ ഏറ്റവും വലിയ ഔദാര്യമാണ്. എന്ത് പ്രതിസന്ധികൾ നമുക്ക് വന്നാലും നമ്മെ ഓരോരുത്തരെയും ഓരോ മുസ്ലിമിനെയും പിടിച്ചു നിർത്തേണ്ടത് അല്ലാഹു നൽകിയ ഈ സന്മാർഗം മാത്രം പരിഗണിച്ചുകൊണ്ടാണ്. മാർഗഭ്രംശത്തിൽ ചേരാതെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു മുസ്ലിം അല്ലാഹു നൽകിയ ഹിദായത്തിനെ പരിപോഷിപ്പിച്ചെടുക്കാനാണ് ഈ ചുരുങ്ങിയ കാല ജീവിതം. ആ നേർവഴി നാം പ്രാപിച്ചു എന്നത് നമുക്ക് ബോധ്യമാകും വിധം നമ്മുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും കണ്ടും കേട്ടും പഠിച്ചും ശീലിക്കുന്ന ആളുകൾ നന്നാവുക എന്നത് അതിൻ്റെ ഒരു കാരണമാണ്. സ്വഹാബത്തും താബിഉകളും പറഞ്ഞുകൊടുത്തിരുന്നത് അവരുടെ ജീവിതം കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ അതേപടി ഉൾക്കൊള്ളുകയും ആ വഴിയിൽ നീങ്ങുകയും ചെയ്തു. കുറഞ്ഞ ഉപദേശങ്ങളാണ് അവർക്ക് നൽകിയിരുന്നത്. പിന്നീട് ഉപദേശങ്ങൾ കൂടിക്കൂടി വന്നു. അതിനനുസരിച്ച് ഹിദായത്തിന്റെ വലുപ്പവും കുറഞ്ഞു വന്നു. ഏറ്റവും വലിയ പ്രതിസന്ധികൾ ലോകത്ത് സഹിച്ച ഔലിയാ സ്വഹാബത്താണ്. അവരെ പോലെ പ്രതിസന്ധി തരണം ചെയ്ത, പ്രാരാബ്ധവും പട്ടിണിയും അതുപോലെ തന്നെ ശത്രുക്കളുടെ പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും അതുപോലെ തരണം ചെയ്ത മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അതെല്ലാം സഹിക്കാൻ മാത്രം വലിയ ഹിദായത്തായിരുന്നു സ്വഹാബത്തിന് അല്ലാഹു നൽകിയ ഹിദായത്ത്. പട്ടിണി കിടന്ന് പരിശുദ്ധ ദീനിന് വേണ്ടി നടത്തിയ വലിയൊരു സേവനമാണ് ഖന്തഖിലെ സേവനം. ഓരോരുത്തർക്കും നിശ്ചിത അളവ് ഇട്ടുകൊടുത്തുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരുടെയും കുഴിക്കേണ്ട നീളവും വീതിയും കണക്കാക്കി കൊടുത്ത് കുറച്ചു കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ വിശപ്പ് സഹിച്ചും ഒരാളും ആ കുഴിയിൽ നിന്ന് മാറി നിന്ന് കുറച്ചു നേരം ഞാനൊന്ന് ക്ഷീണം മാറ്റട്ടെ എന്ന് കരുതുന്നതിന് പകരം അവരിൽ നിന്ന് തങ്ങൾ കേൾക്കുന്നത് അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന ലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. അവർ പറയുന്നത് ഭക്ഷണം കിട്ടിയിട്ടില്ല, ഇന്നലെയും മിനിയാന്നൊന്നും കിട്ടിയിട്ടില്ല. രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തർക്കും വിതരണം ചെയ്ത ഓരോ കാരക്ക, അത് എപ്പോഴെങ്കിലൊക്കെ മധുരം കിട്ടുന്ന കുട്ടികൾ ഒന്ന് കിട്ടിയാൽ കുറെ നേരം അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും.
എപ്പോഴും കിട്ടുന്നവർക്ക് പിന്നെ അത് പ്രശ്നമാകൂല. അത് ഉടനെ അവര് കടിച്ചു മുറിച്ച് തിന്നുകളയും. സ്വഹാബത്ത് ഒരു ചുള കാരക്ക അതങ്ങനെ വായിലിട്ട് അതിന്റെ മധുരം അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. വിശപ്പും ദാഹവും ഒക്കെ അതിലൂടെ ശമിച്ചു. കട്ടിയുള്ള ഭക്ഷണമൊന്നുമില്ല. എന്നാലും അവരുടെ മനസ്സിലുള്ള സന്തോഷം, അല്ലാഹുവേ നീ തന്ന ഹിദായത്ത് കൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. നിസ്കാരം, സ്വദഖ, ഈ സേവനം, അതിൻ്റെ ഒക്കെ കാരണം നീ നൽകിയ ഹിദായത്താണ്. എത്ര കൂട്ടുകാരുണ്ട് ഞങ്ങൾക്ക്. പലരെയും ഇവിടെ കാണുന്നില്ല. ജീവിക്കാൻ എമ്പാടും സൗകര്യവും സ്വത്തുള്ളവർ. പക്ഷെ നീ അവർക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല. നീ തന്ന ഹിദായത്ത് കൊണ്ടാണ് ഞങ്ങളിവിടെ സജീവമായി പ്രവർത്തിക്കുന്നത്. ആ ഹിദായത്ത് മുൻനിർത്തിയിട്ട് അവർ ചോദിക്കുകയാണ്, ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇൻ ലാഖൈനാ. ഞങ്ങൾക്ക് നീ മനസ്സമാധാനം തരണം. ഞങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് പതറിപ്പോകാൻ പാടില്ല. വിശപ്പും മറ്റൊക്കെ സഹിച്ചുകൊണ്ടായിരിക്കും അപ്പോഴും ഞങ്ങൾ പോകുന്നത്. നല്ല സ്ഥൈര്യം ഞങ്ങൾക്ക് നീ തരണം. നമ്മൾ ആലോചിക്കേണ്ടത്, സൗകര്യങ്ങൾ ഇങ്ങനെ കൂടി വന്നപ്പോ ആ സൗകര്യങ്ങളിൽ നമ്മുടെ സമയവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി നിന്നപ്പോ ക്ഷീണം അനുഭവിക്കാൻ പൊതുവെ പ്രയാസം കൂടി വരികയാണ് ആളുകൾക്ക്. സുഖങ്ങൾ കൂടിയപ്പോൾ സമയം മിച്ചമുണ്ട്. പക്ഷേ ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹു നിശ്ചയിച്ചിരുന്ന ഇബാദത്തിലേക്ക് നടന്നെടുക്കാൻ ആളുകൾക്ക് മടുപ്പ്, വിഷമം തോന്നുകയാണ്. അവനവന്റെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഒരു വൈമനസ്യവും ഇല്ല. 5 വക്തിലും അങ്ങാടിയിൽ പോയാലും ഒരു വക്തിലും പള്ളിയിൽ വരില്ല. കാരണം പള്ളിയിൽ വന്നാൽ ഒരു പക്ഷേ രോഗം പടരുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ നിൽക്കാം. അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയതോ അത് പിന്നെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. എന്നാ പിന്നെ പരിഗണിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം ആളുകൾ കുറവാന്ന് കരുതിയിട്ട് നാ സുബഹിക്കൊന്ന് പോയോക്ക, അതുമില്ല. ക്ഷീണം അനുഭവിക്കാൻ, വിഷമം തരണം ചെയ്യാൻ, പ്രതിസന്ധി മറികടക്കാൻ ആളുകൾക്ക് മനസ്സ് കുറഞ്ഞു 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 പോകുന്നത് ഹിദായത്തിന്റെ കുറവിനെ സൂചിപ്പിക്കും. നല്ല തണുപ്പ് വന്നു നോക്കട്ടെ. വീടുകളൊക്കെ ഒന്ന് കയറി ഒരു വീട്ടിലെ കൂട്ടുകാരനെ കിട്ടി ചോദിച്ചാൽ, മോനെ ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ സുബഹി? അത് ഉസ്താദേ, തണുപ്പായതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു നിർത്തുന്നത് ഉമ്മയും, ഉമ്മ വാപ്പാൻ എല്ലാവരും വിളിച്ചു നിർത്തും. പക്ഷെ ഇന്നലെ തണുപ്പായതുകൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് ഉറങ്ങാം. തണുപ്പിൽ കിടന്ന് ഇലകൾ പൊതച്ച സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ചരിത്രം ഖൈബറിന്റെ ചരിത്രമാണ്. പുതച്ചത് കമ്പിളിയല്ല, നമ്മൾ പുതക്കുന്ന പുതപ്പല്ല, ഇലകളാണ്. ഇലകൾ കിട്ടാത്തവർ മറ്റുള്ളവരെ പിന്നിലേക്ക് ഒട്ടിച്ചേർന്നിട്ട് ചെറിയൊരു ചൂട് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് കിടക്കുകയാണ്. ഖന്തക്കിലും തണുപ്പായിരുന്നു. പാതിരാത്രിയൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിക്കുമ്പോൾ തണുത്ത് വിറച്ചിട്ട് ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് ഇങ്ങനെ തല പൊക്കുമ്പോൾ വേണ്ടാന്ന് കരുതിയിട്ട് തായോട്ട് തല താഴ്ത്താതെ വിളിച്ചതാരാണ്? ലബ്ബൈക വ സഅദൈക തൽബിയത്തും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദ്റത്തിലേക്ക് പോവുകയാണ്. എന്താണ് പാതിരാത്രിയിൽ ഉത്തരവിടുന്നത്? അപ്പുറത്തുള്ള ക്യാമ്പിൽ പോയി എന്തൊക്കെയാണ് അവരെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചു വരാം. ആരും അറിയരുത്. കുഴികളിൽ എവിടെയെങ്കിലും ചാടിയിട്ട് കാല് പൊട്ടി പോകരുത്. ശ്രദ്ധിച്ചു പോകാം. വിറക്കുന്ന തണുപ്പിൽ അതിനും യാതൊരു പ്രതിസന്ധിയുമില്ല. ഉടനെ അത് സ്വീകരിക്കുകയാണ്. അവരുടെ അത്ര ഹിദായത്ത് ഔലിയാക്കളിൽ വേറെ ആർക്കും അല്ലാഹു നൽകിയിട്ടില്ല. സ്വഹാബത്ത് പ്രതിസന്ധിയും പ്രയാസവും സഹിച്ചത് തന്നെ
അധ്യായങ്ങളായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഈ സുഖലോലുപത കൊണ്ട് ഒന്നും കിട്ടാതെ ആയി പോകുമോ എന്നുള്ള ബേജാറാണ്. അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് മഹബത്ത് കൊണ്ട് അവരോടൊപ്പം നമ്മളെയും ചേർത്തി തരട്ടെ. അവരെ ഹുബ്ബുമൊക്കെ സ്നേഹിക്കുക. നേരത്തെ കൗസർ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ അവരോടൊപ്പം ചേരുക എന്നൊരു പ്രതീക്ഷ. അവരാണ് ഹിദായത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ. ഹിദായത്ത് എന്തിനാ? നമുക്ക് ആവശ്യത്തിനാണ്. നമ്മൾ നേർവഴി പ്രാപിക്കുന്നത് സിദ്ധിക്കുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, നമുക്കാണ്. മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി. ആര് നേർവഴി സ്വീകരിക്കുന്നുവോ അതിന്റെ ഏറ്റവും വലിയ ഗുണം അവന്റെ സ്വന്തം ശരീരത്തിലാണ്. നമ്മൾ നേർവഴിയിലായതുകൊണ്ട് അല്ലാഹു തആലാക്ക് ഒന്നും കിട്ടാനില്ല. നമ്മൾ നേർവഴിയിലായില്ലെങ്കിലോ അല്ലാഹു തആലാക്കൊന്നും നഷ്ടമില്ല. വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ. ആര് വഴിതെറ്റി സഞ്ചരിക്കുന്നുവോ ആ വഴിതെറ്റി സഞ്ചരിക്കുന്നതിന്റെ വിപത്ത്, അതിന്റെ വിഷമം അവന്റെ ശരീരത്തിന് തന്നെയാണ്. ഫഇന്നമാ യളില്ലു അലൈഹാ. ഒന്ന് അനുകൂലമായിട്ടും മറ്റൊന്ന് പ്രതികൂലമായിട്ടും. അത് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വന്തം ശരീരത്തിനാണല്ലോ അനുകൂലവും പ്രതികൂലവും രണ്ടും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ ആരാധന കൊണ്ടും ഒരു ഉപകാരവും അല്ലാഹു തആലക്കില്ല. ആരുടെ ആരാധന കൊണ്ടും ഒരു ഉപകാരവും അല്ലാഹു തആലക്ക് കിട്ടാനില്ല. എന്ത് കിട്ടാനാണ്? നമുക്ക് നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ വീട്ടിൽ വന്നോ നമ്മുടെ ജോലി സ്ഥലത്തോ പണിയെടുത്തിട്ട് നമുക്കൊരുപാട് നേട്ടമുണ്ട്, ഒരുപാട് കാര്യമുണ്ട്, ലാഭമുണ്ട്, പലതുണ്ട്. ഇനി കുറെ തൊഴിലാളികളിൽ ഒന്നുമില്ലെങ്കിൽ പേരും പ്രശസ്തിയെങ്കിലും ഉണ്ടാകും. ഒരു നേതാവിന്, ഭൗതിക രംഗത്തുള്ള നേതാവിന് അനുയായികളെ കണ്ടാൽ ഒന്നുമില്ലെങ്കിൽ ഈ കൂടിയതൊക്കെ എൻ്റെ അനുയായികളാണ് എന്ന ഒരു സന്തോഷമെങ്കിലും മനസ്സിൽ വരും. അല്ലാത്തവരും കൂടിയിട്ടുണ്ടാകുന്നത് വേറെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാവരും അങ്ങ് ആരാധിച്ചു. ലാ തൻഫഉഹു ത്വഅത്തുൻ. ഒരു ആരാധനയും അല്ലാഹു തആലക്ക് പ്രയോജനപ്പെടില്ല. വലാ തളുറുഹു മഅസിയ. ഒരു ദോഷവും റബ്ബ് തആലക്ക് ഉപദ്രവമേൽപ്പിക്കൂല. എല്ലാവരും അങ്ങ് തെറ്റ് ചെയ്തു, അല്ലാഹു തആലക്ക് എന്ത് വരാനാണ്? ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ. നിങ്ങളിൽ പൂർവികരും പിൽക്കാലക്കാരും മനുഷ്യരും ഭൂതവർഗവും എല്ലാവരും ഏറ്റവും വലിയ അത്ഖ, ഏറ്റവും വലിയ തഖ്വയുള്ള മഹാൻ അതാരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അതേ മനസ്ഥിതിയിൽ തഖ്വയുള്ളവരായി എങ്കിൽ മാ സാദ ഫീ ദാലിക ഫീ മുൽക്കി ശൈആ. അതുകൊണ്ട് എന്റെ അധികാരത്തിനൊരു പവറും കൂടാനില്ല. ഈ കോടിക്കണക്കിന് ആളുകൾ, ജിന്നുകൾ, അവരെല്ലാവരും കൂടിയിട്ട് മുത്തഖീങ്ങളായി മാറിയാൽ അല്ലാഹു തആലക്കൊന്നും കൂടാനില്ല. നേരെ തിരിച്ചും, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ. നിങ്ങളെല്ലാവരും അഫ്ജറു ഖൽബ്, ഏറ്റവും ദുഷിച്ച മനസ്സ്, ഏറ്റവും ദുഷിച്ച മനസ്സിന്റെ ഉടമ. മഹാന്മാര് പഠിപ്പിച്ചല്ലോ, അഷ്ഖാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ നീചൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനക്കേടിലാക്കാൻ ധൈര്യം കാണിച്ച്, തങ്ങൾക്ക് വിഷമമേൽപ്പിക്കാൻ, പരിക്കേൽപ്പിക്കാൻ ധൈര്യം കാണിച്ച നീചരിൽ നീചനായ വ്യക്തി, അവരുടെ കൽബാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത് എങ്കിൽ അല്ലാഹു തആലാന്റെ അധികാരത്തിൽ നിന്നും ഒന്നും അല്ലാഹു തആലക്ക് ചുരുങ്ങാനില്ല. അപ്പോൾ പിന്നെ എന്തിനാണിത്? നാം ഈ സ്വീകരിക്കുന്ന മാർഗം നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അടിമകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു ഗനിയാണ്. അള്ളാഹു തആലാക്ക് ഇതൊക്കെ കിട്ടിയിട്ട് വേണ്ട റബ്ബ് തആലാക്ക് വല്ല പൂർണ്ണതയും പ്രാപിക്കാൻ. അതുകൊണ്ട് അള്ളാഹു തആല മനുഷ്യന് ഹിദായത്തിന്റെ ഒരു മാർഗരേഖ വരച്ചു തരുകയും ആ മനുഷ്യനെ അവന്റെ ഭൂമിയിൽ പ്രതിനിധിയാക്കി വെക്കുകയും ചെയ്തു. അല്ലാഹു തആല പ്രതിനിധിയാക്കി വെച്ചത്, അല്ലാഹു തആല എല്ലാം തന്നത്, സൗകര്യവും സംവിധാനങ്ങളൊക്കെ തന്നത് നമ്മളെ സമ്മതിച്ചിട്ടല്ല, പിന്നെ നമ്മളെ ഒന്ന് വാച്ച് ചെയ്യാൻ. വഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർദ് വറഫഅ ബഅദകും ഫൗക ബഅദിൻ ദറജാതിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ ഉയർച്ചയും സ്ഥാനവും ബഹുമാനവും ഇൽമും പദവിയും നേതൃപദവിയും ഒക്കെ നൽകുന്നത്, സമ്പത്തൊക്കെ തരുന്നത്, ആരോഗ്യമൊക്കെ തരുന്നത് ലിയബ്ലുവകും ഫീമാ ആതാകും, നിങ്ങൾക്ക് തന്നതിൽ നിങ്ങളെ ഒന്ന് പരിശോധിക്കാം. വ്യത്യസ്തമാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലര് സന്തോഷിക്കും, അൽഹംദുലില്ലാഹ് 60 വയസ്സ് വരെ ഉസ്താദ് എങ്ങനെ പോയി, യാതൊരു കൊളസ്ട്രോൾ പോലും ഒന്നുമില്ല, ഒരു ഗ്യാസ് പോലും ഇല്ല, നല്ല സന്തോഷമാണ്. പക്ഷെ അവിടെ നീ നോക്കേണ്ട ഒരു നോട്ടം, അള്ളാഹുവിന്റെ ഒരു നോട്ടമുണ്ട്. ആ 60-ൽ എത്ര നിന്റെ ഈമാനെ നീ പരിപോഷിപ്പിച്ചു, ആ ഈമാന് അള്ളാഹു തന്ന ഹിദായത്തിന് എത്ര ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇഖ്ലാസാണ് അതിന്റെ മുഖമുദ്ര. അങ്ങനെ തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഇഹ്തിദാ, ഹിദായത്ത് സ്വീകരിക്കുക എന്നുള്ളത് കേവലം ഈമാനല്ല, ഈമാനിന്റെ അപ്പുറം ഇഖ്ലാസ്. ഈമാനുണ്ട്, അതോടൊപ്പം ഇഖ്ലാസും. അത് അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്, നോക്കുകയാണ് നൽകിയതിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഖലീഫമാരാക്കിയതും അങ്ങനെയാണ്. ഫയൻദുറ മാദാ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ് നമ്മളൊക്കെ ഭൂമിയിലെ പ്രതിനിധികളാക്കിയത്. സമ്പത്തിനെ പറ്റിയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയാണല്ലോ, സമ്പത്ത് നിങ്ങൾക്ക് അള്ളാഹു തരും, പക്ഷെ അള്ളാഹു അപ്പുറത്ത് നിരീക്ഷിക്കും എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്, വിട്ടുപോകുന്നുണ്ട്. അപ്പൊ അതിൽ അപജയം സംഭവിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഈ ഹിദായത്തിന്റെ വഴി നിലനിർത്താനും ശരിയായ രൂപത്തിൽ ഹിദായത്ത് സിദ്ധിച്ചവനായി ജീവിച്ചു പോകാനും കഴിയും. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പുകൾ, ഭൂമി, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ ഹവ, പർവ്വതങ്ങൾ, വെള്ളം, എല്ലാം അല്ലാഹു തആല പടച്ചു മനുഷ്യനെ സംവിധാനിക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ റബ്ബ് തആല എല്ലാ ചരാചരങ്ങളെയും പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല പരിപൂർണനാണ്. അതുകൊണ്ട് നമ്മുടെ ഹിദായത്ത് റബ്ബ് തആലാക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവും, അല്ലാഹു തആലാക്ക് അതുകൊണ്ടൊന്നും കൂടാനില്ല. നമ്മുടെ മഅസിയത്ത് കൊണ്ട് അല്ലാഹു തആലാക്കൊന്നും ചുരുങ്ങാനുമില്ല. മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി, ആര് ഹിദായത്ത് സ്വീകരിക്കുന്നുവോ, ഹിദായത്ത് സിദ്ധിക്കുന്നുവോ, പ്രാപിക്കുന്നുവോ, അതിന്റെ ശരിയായ ഗുണം, നേട്ടം അവന്റെ ശരീരത്തിനാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ചോദ്യം ഖുർആൻ മുഫസ്സിറുകൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹു തആലാക്ക് പിന്നെ ഇതുകൊണ്ടൊന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെന്തിനാപ്പ ഈ കീർത്തനകളൊക്കെ? കുറെ തക്ലീഫാത്തുണ്ടല്ലോ, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. ഒന്നും അല്ലാഹു തആലാക്ക് കിട്ടാനില്ലെങ്കിൽ പിന്നെന്തിനാണിത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു തആല കീർത്തനകൾ വെച്ചത് അവന്റെ അടിമകളുടെ ആവശ്യത്തിന്, അവരെ പുരോഗതിക്ക്, അവരുടെ ജീവിതത്തിന്റെ ചലനം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അല്ലാഹു തആല സഞ്ചരിക്കാനുള്ള ഒരു റൂട്ട് ശരിയാക്കി ക്ലിയറാക്കി തന്നത്. ആ റൂട്ടിലൂടെ, ആ ശൈലിയിലൂടെ തന്നെ പോകണം. കാരണം അവനാണ് നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ചത്, അവൻ തന്നെയാണ് റൂട്ട് ഒരുക്കി തന്നത്. അപ്പൊ ആ റൂട്ടിൽ നിന്ന് മാറാൻ പറ്റൂല. നമ്മെ സൃഷ്ടിച്ചവനാണല്ലോ നമ്മെ പറ്റി കൂടുതൽ അറിയുന്നവൻ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. യഅലമു മൻ ഖലഖ,
ആരാണ് മനുഷ്യനെ കുറിച്ച് അറിയുന്നത്? മൻ ഖലഖ്, സംവിധാനിച്ചതാരാ, സൃഷ്ടിച്ചതാരാ, അവൻ അറിയും. അവനെല്ലാം അറിയാനുള്ള കഴിവ്. വഹുവൽ ലത്തീഫുൽ ഖബീർ, പുറത്തുള്ളതും ഉള്ളിലുള്ളതും സൂക്ഷ്മമായതും എല്ലാം അവൻ അറിയുന്നവനാണ്. അപ്പൊ ആ റബ്ബ് തആലയാണ് നമ്മെപ്പറ്റി എല്ലാ നിലക്കും അറിയുന്നവൻ. നമ്മുടെ മസ്ലഹത്തും നമ്മുടെ പുരോഗതിയും വിജയവും അറിയുന്നവൻ നമുക്കൊരു റൂട്ട് വരച്ച് കാണിച്ചു. നമ്മൾ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഈ മാർഗരേഖ ഒരു മനുഷ്യന്റെ പ്ലാനും മനുഷ്യന്റെ രൂപരേഖയുമാണെങ്കിൽ ഇതെന്നോ ആളുകൾ വലിച്ചെറിയുകയും തള്ളിപ്പറയുകയും അവജ്ഞയോടെ തുപ്പിക്കളയുകയും ചെയ്യും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ റൂട്ട് ഇത് ആർക്കും എതിർക്കാൻ പറ്റാത്ത, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ക്ലിയറായ റൂട്ടായതുകൊണ്ട്, നമ്മെ സൃഷ്ടിച്ചവൻ നമുക്ക് നൽകിയ റൂട്ടായതുകൊണ്ട് ഇത് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതിനു വേണ്ടി അല്ലാഹു തആല കുറെ ഹുക്കുമുകൾ വെച്ചു, അതേപോലെ തന്നെ കുറെ നിയമങ്ങൾ വെച്ചു. ആ നിയമങ്ങൾ നേരത്തെ അല്ലാഹു തആല നടപ്പിലാക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി അത് പഠിപ്പിച്ചു തരുകയും ചെയ്തു. നമ്മളൊരാളോടൊരു കാര്യം കൽപ്പിച്ച് ഇന്നതുപോലെ ചെയ്യണം, മാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞു. രാവിലെ നമ്മൾ കൽപ്പന കൊടുത്തു പോയി, വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ നമ്മൾ കൽപ്പിച്ചതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ അധ്വാനമായിട്ടില്ല. എന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്കവിടെ കോപം വരും. ഇവിടെയും റബ്ബ് തആല സഹിക്കുകയാണ്. ഖാലിഖായ റബ്ബ് അവന്റെ അടിമകൾക്കുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സഹിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് അവരെ തിരുത്തിയിട്ട് വീണ്ടും അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പുതുതായി നന്നായി വരും. നമ്മെ അല്ലാഹു തആല ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മെ അല്ലാഹു തആല നോക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതും വേണ്ടതൊക്കെ അല്ലാഹു തആല ഓരോന്നും ഇങ്ങനെ തരുന്നതും. അതുകൊണ്ട് റബ്ബ് തആല പഠിപ്പിച്ച ഈ മാർഗത്തിൽ നിന്ന് മാറാതെ റബ്ബിന്റെ നിയമങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോഴാണ് ഹിദായത്തിന്റെ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവർ. മാറാതെ ഉറച്ചു നിൽക്കുക ആ വഴിയിൽ എപ്പോഴാണ്. അങ്ങനെ ഉറച്ചു നിന്ന് നമ്മുടെ ശരീരത്തിന്റെ വൈകല്യങ്ങളൊക്കെ നീക്കി വേണ്ട അറിവുകളൊക്കെ സമ്പാദിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി, ഹിദായത്ത് സ്വീകരിക്കുന്ന ആള് സ്വന്തം ശരീരത്തിന്റെ നന്മക്ക് വേണ്ടി ആ ഹിദായത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ അങ്ങനെ നടക്കുമ്പോ നിന്റെ ഹിദായത്ത് നീ സ്വീകരിച്ച നല്ല വഴി നിന്നെ കാണുന്നവരൊക്കെ ആ വഴിയുടെ പിന്നാലെ കൂടും. നിന്നെ കേൾക്കുന്നവരും നിന്നെ സ്വീകരിക്കുന്നവരും നീ ഉൾക്കൊള്ളുന്ന വഴിയുടെ പിന്നാലെ വരും. അതുകൊണ്ടാണ് ഖുർആൻ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്, ശരിയായി ഹിദായത്ത് സ്വീകരിച്ച ആളാണെങ്കിൽ, അള്ളാഹു അയാൾക്ക് നൽകിയ ഹിദായത്തിനെ കുറിച്ച് നല്ല ബോധമുണ്ടെങ്കിൽ, ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്താത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് തെറിച്ചുപോയ ആളുകളെ കാണുമ്പോൾ അവരോട് വിരോധം തോന്നുകയില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ, റൂട്ട് മാറിയ ആളുകളെ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ സ്വഭാവം? നമുക്കവരോട് വെറുപ്പ്, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവരോട് വെറുപ്പ്. കുറച്ചുകൂടി വെറുപ്പ് കൂടുമ്പോൾ അവർക്ക് പ്രതികൂലമായൊരു പ്രാർത്ഥന, ഇവരൊക്കെ നശിക്കട്ടെ, തൊലയട്ടെ എന്ന നിലയ്ക്ക് നമ്മൾ അവരെ കുറിച്ച് അങ്ങനെ കാണുകയാണെങ്കിൽ അത് വീണ്ടും രംഗം വഷളാക്കുകയേ ചെയ്യുള്ളൂ. നമ്മളൊരു എന്തെങ്കിലും ഒരു ഓട്ടയായ ഒരു തുണി, ആ തുണി തുന്നി റെഡിയാക്കി ഭദ്രമാക്കുമ്പോഴാണ് അതിന്റെ ഓട്ട അടക്കാൻ കഴിയുക. നമ്മുടെ ഈ വിമർശനം കൊണ്ട് ആ വൈകല്യം വികസിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ.
അപ്പോൾ പിന്നെ ആ മനുഷ്യനെ നന്നാക്കാൻ യഥാർത്ഥ ഹിദായത്ത് സ്വീകരിച്ച ആളാണെങ്കിൽ അയാൾ എന്തു ചെയ്യും? ആ തെറ്റിപ്പോയ മനുഷ്യന് ഹിദായത്ത് കൊണ്ട് പ്രാർത്ഥിക്കും. അവനെ വെറുക്കൂല, അവൻ ആ വഴിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് പിന്നെ അവന്റെ ജീവിതം നന്നായി കണ്ടതായി സുഖിക്കും. യഥാർത്ഥ ഹിദായത്ത് നേടിയ ആള്, അള്ളാഹു നമുക്ക് ഹിദായത്തിൽ വലിയ മുൻപന്തിയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളതിന്റെ ചെറിയൊരു ഓരത്താണുള്ളത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഓരോ ദിവസവും മഹാനവർകൾ വ്യത്യസ്ത കാഴ്ചകൾ കാണും. മനുഷ്യരിലുള്ള കാഴ്ചകൾ. ഒരു ദിവസം പോയി നോക്കുമ്പോ ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ കെട്ടുന്ന ആലയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ശബ്ദം? അസമയത്ത് രാത്രി എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം എന്ന് നോക്കാൻ വേണ്ടി പോയി നോക്കുമ്പോ ഒരു മൃഗത്തെ എങ്ങാനും കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വന്നതാണ്. നമ്മളാണെങ്കിൽ ആ രംഗം എത്ര ആൾ അറിയും? അങ്ങനെ ഒരു കള്ളൻ വന്നത്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഹിദായത്തിന്റെ മേഖല ഒട്ടും പൂർണ്ണമായിട്ടില്ല. ഇതിന്റെ ഒരു ചെറിയൊരു വക്കില് നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു അയാളെ സ്നേഹത്തോടെ വിളിച്ചു, മോനെ വാ, നിനക്ക് ജീവിക്കാൻ ഒരു മൃഗം ആവശ്യമുണ്ട് എന്നാ തോന്നുന്നത്, പക്ഷെ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ? ഇത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട സക്കാത്തിന്റെ മുതലാണ്. അതിന് അർഹതപ്പെട്ട ആളുകൾ നാളെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതാണ്. നിനക്ക് നല്ലൊരു ഒട്ടകം ഞാൻ വാങ്ങിത്തരാം. രാത്രിയിൽ തന്നെ കൊണ്ടുപോയി ജീവിതോപാധിക്ക് വേണ്ടി നല്ലൊരു ഒട്ടകം കൊണ്ടുപോകും. അയാളെ വെറുപ്പോടെ കാണുകയോ ബാപ്പക്ക് വിളിക്കുകയോ ചീത്ത പറയുകയോ അടിക്കുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ ഒട്ടകം കിട്ടി അങ്ങനെ പോകലോടെ അയാളും മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി, ഹിദായത്തിന്റെ വഴിയിൽ മുൻപന്തിയിലെത്തിയ സുൽത്താനുൽ ആരിഫീന്റെ പ്രവർത്തനം കണ്ട്, ഈ സ്വഭാവം കണ്ട് അയാളെ കൽബിലും ശരീരത്തിലും സ്വഭാവത്തിലും ഒക്കെ ഹിദായത്തുണ്ടായി. ഇത് പിൽക്കാലത്ത് അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോഴല്ലേ ആളുകൾ സംഭവങ്ങളൊക്കെ കാര്യമായിട്ട് അറിയുന്നത്, ശിഷ്യന്മാരിലൂടെ. ഗോതമ്പ് കക്കാൻ വേണ്ടി വന്ന ആള് അത് വീട്ടിൽ കയറിയിട്ടുണ്ട്, റൂമിൽ വാതിൽ തുറന്നെടുക്കുന്ന കണ്ടപ്പോ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി തങ്ങൾ നോക്കി, എന്താപ്പോ വാതില് അടച്ചുപോയ വാതിൽ തുറന്നിട്ടുള്ളത്? തലയിട്ട് നോക്കുന്ന സമയത്ത് ഇയാൾ പേടിച്ചുപോയി. അയാളിങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ് ചാക്കിലേക്ക്. അപ്പോ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ വരി, ഈ ഗോതമ്പ് കൊണ്ടുപോയാൽ അത് പൊടിക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണം. ഞാനത് തൊലിഗോതമ്പാണ്, ഇത് നിങ്ങൾ കൊണ്ടുപോകണം. അകത്ത് നല്ല ഗോതമ്പുണ്ട്, പെട്ടെന്നൊന്ന് ഉണക്കിയിട്ട് പൊടിക്കാൻ പറ്റിയത്. അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ഇയാൾ പേടിച്ച് നിൽക്കുകയാണ്, അകത്തേക്ക് വരാതെ. നമ്മളാരെങ്കിലും അകത്തേക്ക് വിളിച്ചാൽ തീരെയും വരില്ല, കാരണം അത് ഗോതമ്പ് കൊടുക്കാനല്ലാതെ കേൾക്കുന്ന ആൾക്കറിയും. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിട്ട് വീണ്ടും ചോദിച്ചു, ഇത് നിങ്ങളുടെ പക്കലുള്ള സഞ്ചി തന്നെയാണോ കൊണ്ടുവന്നത്? ചാക്ക് നിങ്ങളുടേതാണോ? ചാക്ക് അയാളുടേതല്ല, ചാക്ക് വേറെ എവിടെ നിന്ന് കൊടുത്തതാ. അപ്പൊ മഹാനവറുകൾ വന്ന് വിളിച്ചു കൂട്ടി കൊണ്ടുപോയി വീട്ടിൽ നിന്ന് തന്നെ ഒരു ചാക്കെടുത്ത് അതിലാ ഗോതമ്പ് നിറയെ കെട്ടി റെഡിയാക്കി തോളിലേറ്റി കൊടുത്തിട്ട് പറഞ്ഞു, രാത്രിയാണ്, നിങ്ങളെ വീട് എവിടെ നിന്ന് ചോദിച്ചു. അപ്പൊ വീട് നിൽക്കുന്ന സ്ഥലം പറഞ്ഞപ്പോ മഹാനവറുകൾക്ക് ശരിക്കും ഓർമ്മയായി, സ്ഥലമൊക്കെ ശരിക്ക് പരിചയമായി. നിങ്ങൾ ഒറ്റക്ക് പോകണ്ട, ഞാനും വരാം. അങ്ങാടിയിലൂടെ ഇപ്പൊ നിങ്ങൾ പോയാൽ ഇത് വീട്ടിലേക്ക് എത്തൂല, കാരണം അങ്ങാടിയിലെ ഏതെങ്കിലും ആളുകൾ കണ്ട് നിങ്ങളെ തലയിൽ നിന്ന് കുത്തിപ്പറിച്ച് അവർ കൊണ്ടുപോകും. അതുകൊണ്ട് വീട്ടിന്റെ പരിസരത്ത് വരെ ഞാൻ വരാം. ഇടവഴിയിലൂടെ പോയി അവിടെ എത്തി അടുത്തെത്താൻ നേരത്ത് മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? എന്നെ ആദ്യം കണ്ട അവസ്ഥയിൽ ഞാൻ റൂമൊന്ന് തുറന്നിങ്ങനെ നോക്കുമ്പോ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പേടി തോന്നിയെങ്കിൽ നിങ്ങളത് അഫുവാക്കണം, മാപ്പാക്കണം. നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയതല്ല, ഞാൻ എന്താണ് ആരാതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടി നോക്കിയത്.
സുബ്ഹാന മൻ ജല്ല ജലാലുഹു. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സഹോദരങ്ങളെ, ഇത് തഫ്സീറിൽ മഹാന്മാർ ഖുർആൻ മുഫസ്സിർ പറയുന്നത് വമിനൽ അജബി അൻ നറാ ബഅദൽ ഹുംഖ, ചില വിഡ്ഢികളെ പറ്റി നമ്മൾ കാണാറുണ്ട്, അത്ഭുതം തോന്നാറുണ്ട്. ഇദാ റആ മുൻഹരിഫൻ ഔ സയ്യിഅ സുലൂക് യൻദുറു ഇലൈഹി നദറ ബുഗ്ളിൻ വകറാഹിയ. ഒരു വഴി തെറ്റിയവനെ കണ്ടാൽ, ഒരു മോശപ്പെട്ടവനെ കണ്ടാൽ എങ്ങനെ നോക്കുക? ഒരു വെറുപ്പിന്റെ നോട്ടം, ഒരു വിരോധത്തിന്റെ നോട്ടം. വയദുഉല്ലാഹ അലൈഹി, അയാൾക്കെതിരെ അല്ലാഹു അല്പം ദ്വാരുന്നു വരും. പക്ഷേ യഥാർത്ഥ ഹിദായത്ത് സ്വീകരിച്ച മനുഷ്യൻ അങ്ങനല്ല, അനുകൂലമായിട്ട് ദ്വാരക്കും. എന്നിട്ട് പിന്നെ അയാൾ എങ്ങനെ നന്നാക്കാൻ പറ്റുന്നു? അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഇങ്ങനൊന്ന് പറഞ്ഞ് പൊരുത്തപ്പെടുകയും കൂടി ചെയ്തപ്പോൾ വീട്ടിലെത്തിയ ആ മനുഷ്യൻ അന്ന് രാത്രി ഉറങ്ങിയില്ല. എങ്ങനെ ഉറക്കം വരും? ജീവിതത്തിൽ ഇത്രയും കാലം ഏതെങ്കിലുമൊക്കെ വീടുകളോ മറ്റോ അപഹരിക്കാൻ വേണ്ടി കയറിയാൽ ഇങ്ങനെ ഒരു പ്രതികരണം ഇക്കാലം വരെ കിട്ടിയിട്ടില്ല. ചിലപ്പോ അടിയിട്ടിണ്ടാവും, ഓടിയിട്ടുണ്ടാവും, ചിലപ്പോ ശബ്ദം കേട്ട് ഓടിയിട്ടുണ്ടാവും, ചിലപ്പോ ആളുകൾ കണ്ടപ്പോഴേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഇന്നത്തെ രാത്രി അങ്ങനെയല്ലല്ലോ. ചിന്തിച്ചു കിടന്നു. നേരം വെളുത്തപ്പോഴേക്ക് ഉമ്മു അബീദ ഗ്രാമത്തിൽ വന്നു. ജനങ്ങളോട് അടയാളം പറഞ്ഞു ചോദിച്ചു. കാരണം ഈ ആൾ ആദ്യമായിട്ട് കാണില്ലേ, ഇങ്ങനൊക്കെ രൂപഭാവമുള്ള ഒരാൾ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അത് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളാണല്ലോ നിങ്ങൾ ചോദിക്കുന്ന ആള്. മഹാനവറുകൾ അവിടുത്തെ പഠനശാലയിൽ ഉണ്ടാകും, ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടാവും, അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അയാളെ മനസ്സിലൊരു പേടി, ഇന്നലെ രാത്രി എന്നെ കണ്ടത് എങ്ങനെ, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി എങ്ങനെ സ്വീകരിക്കാന്നറിയില്ല. പക്ഷെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പുതിയ ശിഷ്യൻ ദർസിലേക്ക് വന്നാൽ ഉസ്താദ് എത്ര സന്തോഷത്തോടെ സ്വീകരിക്കും, അതുപോലെ എന്നെ അങ്ങ് സ്വീകരിച്ചു. ഞാൻ മുഖം ഇങ്ങനെ നോക്കി, മുഖത്തൊരു ഭാവമാറ്റം പോലും കണ്ടില്ല. ഇന്നലെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ പിന്നീട് പറയുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത്. നമ്മൾ പഠിക്കേണ്ട പാഠം അവരുടെ മനസ്സും അവരുടെ പ്രവർത്തനവും, അവരാ സ്വീകരിച്ച ഹിദായത്തും എത്ര വലുതാണ്. ഞാൻ ഈ വരി ഇങ്ങോട്ട് വായിച്ചപ്പോ, തഫ്സീറിൽ പറഞ്ഞ ഈ വരി വായിച്ചപ്പോ സംഭവം ഓർമ്മ വന്നപ്പോ പറഞ്ഞതാണ്. അതേ സമയത്ത് ശരിയായ ഹിദായത്തിന്റെ പാതയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ യദുഉല്ലാഹു ലഹു ബിൽ ഹിദായ, ആ തെറ്റി സഞ്ചരിക്കുന്ന ആൾക്ക് ഹിദായത്ത് കൊണ്ട് ദ്വാരക്കും. എന്നിട്ട് അയാള് ഒന്ന് നന്നായി കാണാൻ വേണ്ടി എപ്പോഴും വിചാരിക്കും. അതേ സമയത്ത് സഹോദര, അയാൾക്ക് പ്രതികൂലമായി ദുആ ചെയ്താൽ ഫസൗഫ യസീദു മിൻ ശർരിഹി, അയാൾ ഇടങ്ങേറ് പിന്നെ കൂടുക ചെയ്യാം. ഈ മോശപ്പെട്ട ആള് പിന്നെയും മോശാകല്ലേ ചെയ്യാം, അത് നന്നാകല്ലേ ചെയ്യാം. ഒരു കള്ളുടിനെ കണ്ട പടച്ചോനെ ഓനൊന്ന് നീ നന്നാക്കി കൊടുക്കും എന്ന് പറയാനാണ് നമ്മൾ മനസ്സ് വേണ്ടത്. ഓനൊന്ന് നന്നാക്കി കൊടുക്കല്ല, ഓൻ എന്തിനാണ് ഇങ്ങനെ കുറിച്ച് മോശം, നന്നാക്കി കൊടുക്കും. അങ്ങനെ ഒരു ഭാഷയാണോ വരിക? അല്ലെങ്കിൽ വരുന്ന ഭാഷ ഇപ്പൊ പറയാൻ പറ്റൂല ചിലപ്പോ. നമ്മൾ കാണിക്കേണ്ട ശൈലി അങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു തആലയാണല്ലോ. ഒരുപക്ഷെ ആ മനുഷ്യനെ നന്നാക്കി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ മനുഷ്യനെ നന്നാക്കാൻ റബ്ബ് തആല തീരുമാനിച്ചാൽ നമ്മൾ അതിന് വിഘ്നം നിൽക്കുന്നവരാകരുത്, പ്രതികൂലമായതായിരിക്കും. ഈ വിഷയം അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചൊരു കാര്യം, ഒരാള് അമൽ ചെയ്യുന്ന രീതിയിൽ അയാൾക്ക് ഇൽമുണ്ടെങ്കിൽ, അമൽ ചെയ്യുന്ന രീതിയിൽ ഇൽമുണ്ടെങ്കിൽ ഫഅലൈഹി അൻ യുഹ്ദീഹ ഇലന്നാസ്, ആ ഇൽമ ഇങ്ങനെ വെറുതെ പൂട്ടിവെക്കരുത്. ആ ഇൽമ് ജനങ്ങളിലേക്ക് വിതരണം ചെയ്ത് ജനങ്ങളെ വഴി നടത്തണം. കാരണം നിനക്ക് അല്ലാഹു നൽകിയ ഇൽമ്, നീ അമൽ ചെയ്യുന്ന ഇൽമ് മറ്റുള്ളവർക്ക് നീ പകർത്തിക്കൊടുത്താൽ, നീ അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹമാകുന്ന ഇൽമ് പകർത്തിക്കൊടുക്കുമ്പോ നിന്നിൽ ഉള്ള അതേ നല്ല അവസ്ഥ അവരിലും നീ കാണുമ്പോ അല്ലാഹു തആല നിന്റെ ഹിദായത്ത് കൊണ്ട് നിനക്ക് വലിയ ഭാഗ്യം തന്നു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന വിട്ട് ഓരോ നാടുകളിലേക്കും ഓരോ സ്വഹാബിമാരെ പറഞ്ഞയക്കുമ്പോൾ തങ്ങൾ അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ പഠിച്ച ശീലിച്ച ഹിദായത്തിന്റെ മാർഗം കൊണ്ട് മറ്റുള്ളവർ ഹിദായത്താകും, അത് ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ. മദീനയിൽ നിൽക്കാനാണ് നിങ്ങളെ മനസ്സ്. കാരണം ഞാനിവിടെ മദീനയിലുണ്ട്,
എന്റെ കൂടെ നിസ്കരിക്കാനും എന്റെ കൂടെ പ്രവർത്തിക്കാനും അതിലപ്പുറം ഒരു മനസ്സ് നിങ്ങൾക്കുള്ള. പക്ഷേ പുറത്തു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഖൈറ്, നിങ്ങൾക്ക് തന്ന ഹിദായത്ത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വഴി നടത്തി കൊടുത്താൽ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളതിനേക്കാളും അതിലുള്ള സർവസത്തിനേക്കാളും നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്ന ഖൈറ് വർണ്ണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. എന്നെ കണക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇൽമുള്ള ആളുകൾ, അത് നമ്മളൊക്കെ ഇതിൽ പെട്ട്, എല്ലാവരും പെട്ടു. ഒരറിവുള്ള ആള് അറിവില്ലാത്ത ആളിലേക്ക് പകർത്തി കൊടുക്കേണ്ട ശൈലിയിൽ പകർത്തി കൊടുത്താൽ എല്ലാവരും സ്വീകരിക്കും. ശൈലി മാറുമ്പോ ചിലപ്പോൾ സ്വീകരിച്ചില്ലാന്ന് വരും. അങ്ങനെ ഉണ്ടാവും. ഒരാൾ നിസ്കാരത്തിൽ കുറെ അപാകത കണ്ടു. അപ്പൊ അയാൾ കുറച്ച് പ്രായമുള്ള ആളാണ്. അയാളോട് നിങ്ങൾ നിസ്കരിച്ച് ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞാല് അങ്ങനൊക്കെ ശരിയാകുമ്പോൾ നിങ്ങൾ പണിക്കൂടി എന്ന് അറിയില്ല. അങ്ങനെ പറയൂ. കാരണം ആളുകൾ അങ്ങനെയല്ലോ, പെട്ടെന്ന് അത്ര ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് അയാളെ നീ നിന്റെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഇതും ഉൾപ്പെടുത്തിയിട്ട് പതുക്കെ അങ്ങോട്ട് ശരിയാക്കും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വുളു എടുക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ആള് വന്ന് വുളു എടുക്കുന്നത് കണ്ടു. അദ്ദേഹം എടുക്കുന്ന വുളുവിന്റെ ഓരോ ഫർളും തെറ്റാണ്. മുഖം കഴുകുന്നത് തെറ്റാണ്, കൈ കഴുകുന്നത് തെറ്റാണ്, തലതട ഒക്കെ തെറ്റാണ്, കാലുകുന്നൊക്കെ തെറ്റാണ്. പക്ഷെ ഈ പ്രായമുള്ള ആളോട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് എങ്ങനെ ഒറ്റടിക്ക് പറയൂ? ആ രണ്ട് മഹാന്മാരും ഇങ്ങനെ ആലോചിച്ചു എങ്ങനെ പറയും. അപ്പൊ ഒരാൾ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളൊരു ചെറിയ തർക്കം കൂടുന്നത് പോലെ ആക്കി. വുളുവിന്റെ വിഷയത്തിൽ തർക്കിക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അദ്ദേഹം ചോദിക്കും, നിങ്ങളെന്താ മക്കളെ തർക്കിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ വുളുവിന്റെ വിഷയത്തിൽ തർക്കിക്കാണ്, നിങ്ങളൊന്ന് പരിഹരിച്ചു തരണം എന്നൊക്കെ മധ്യസ്ഥനാക്കി മൂപ്പരെ കൂട്ടിയാൽ മതി. അങ്ങനെ തീരുമാനിച്ചു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കുന്ന രൂപത്തിലായപ്പോ അവസാനം അദ്ദേഹം ചോദിച്ചു, എന്താ കുട്ടികളെ തർക്കം? അപ്പൊ ഒരാൾ പറഞ്ഞു, എന്റെ വുളു ശരിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ മൂപ്പര് പറയുന്ന വുളു ശരിയല്ല, ഞാൻ പറയുന്ന മൂപ്പര് വുളു ശരിയല്ല, ഞങ്ങൾ വുളു കൊടുക്കാൻ നിങ്ങളൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വുളു കൊടുക്കാം, ഞങ്ങളെ വുളു ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല നേതൃസ്ഥാനം കൊടുത്തു. വുളു രണ്ടുപേരുടെയും വുളു ശ്രദ്ധിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെയും വുളു നല്ല വുളുവാണ്, എന്റെ വുളുവാണ് കുഴപ്പമുള്ളത്. നിങ്ങൾ നോക്ക്, ഇത് അത്തരത്തിലുള്ള ആളുകളെ പകർത്തി കൊടുക്കുകയാണ് ആ ശൈലി. ഓരോ സമയത്തും ഓരോ ശൈലി. എല്ലാ പ്രായക്കാരോടും ഒരേ ശൈലിയല്ല, എല്ലാ ചെറുപ്പക്കാരോടും ഒരേ ശൈലിയല്ല. എന്നാൽ അവരൊക്കെ നന്നാകും. ചിലര് സഹവാസം കൊണ്ട് തന്നെ നന്നാകും, സഹവാസം കൊണ്ട് തന്നെ മാറും. അതൊരു ഹിദായത്തിന്റെ മാർഗമാകും. അയാളിങ്ങനെ സഹവസിച്ചു. അപ്പൊ വേറൊരാൾ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ അയാളോട് അങ്ങനെ സഹവസിക്കണ്ട കേട്ടോ. എന്താണ്? അയാൾ തീരെ നിസ്കരിക്കാത്ത ആളാണ്. സാരല്ല, അതൊക്കെ ശരിയാക്കോളൂ. അയാൾ നിസ്കരിക്കാത്ത ആളാ, നിങ്ങൾ ആരോടും പറയണ്ട, നമുക്ക് അതൊക്കെ ശരിയാക്കി എടുക്കാം. പിന്നെയും ഇങ്ങനെ സഹവസിച്ചു. സഹവാസം ഇങ്ങനെ കുറച്ചിങ്ങനെ നീണ്ടപ്പോ ഇവർ രണ്ടുപേരും ഒരു യാത്ര പോയപ്പോ, നിങ്ങളൊന്ന് ഇവിടെ വണ്ടിയിലിരിക്കും, ഞാനൊന്ന് നിസ്കരിച്ചു വരാം എന്ന് പറഞ്ഞ അയാൾ നിസ്കരിച്ചാൻ വിളിച്ചില്ല. അപ്പൊ അയാൾ ചിന്തിച്ചു, പടച്ചോനെ, അയാളൊരു മുസ്ലിം, ഞാനൊരു മുസ്ലിം, എന്നോട് നിസ്കരിക്കണമെന്ന് കൂടി പറയാതെ എന്നെ വണ്ടിയിലാക്കിയിട്ട് മുപ്പര് പോയി, ഞാനൊന്ന് പോയി നിസ്കരിക്കട്ടെ. ക്ഷണിച്ചതൊന്നുമില്ല, അയാളും പോയി. ബാക്കിൽ നോക്കുമ്പോ ഇയാൾ വന്ന് തോണ്ടുന്ന മമ്മമായിട്ട് ഇയാളുണ്ട് ബാക്കിൽ. അങ്ങനെ പതുക്കെ അയാൾ നിസ്കാരം കൊണ്ട് ശരിയാക്കി ശീലിച്ച് പിന്നെ 5 വക്തിന് അയാളെ പള്ളി കണ്ടപ്പോ, നിങ്ങൾ അയാളോട് കൂടണ്ടോ, അയാൾ നിസ്കരിക്കാത്ത ആളാണെന്ന് പറഞ്ഞ ആള് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ അയാളങ്ങാകം മാറ്റിയല്ലോ, അയാൾ പാകം മാറിയല്ലോ. മാറും. അതുകൊണ്ടാണ് ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞത്, റൂട്ട് പേച്ചു പോകുന്ന ആളുകളെ കാണുമ്പോൾ നീ ഹിദായത്ത് സ്വീകരിച്ച ആളാണെങ്കിൽ അവരാക്ഷേപിക്കുകയോ പ്രതികൂലമായി പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. അവർക്ക് ഹിദായത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും നല്ല വഴികളിലേക്ക് അവരെ വഴി നടത്തിക്കൊണ്ടുവരികയും വേണം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കിട്ടിയ ഇൽമ് നീ അവർക്ക് പകർത്തിക്കൊടുത്ത് അവർക്കും അതുകൊണ്ട് ഉപകാരം കിട്ടിയാൽ നീ വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഇൽമു മറച്ചു വെക്കൽ ഹറാമാണെന്ന് പഠിപ്പിച്ചത്.
അത് പൊതുസമൂഹത്തിനും സ്വന്തത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇൽമു മറച്ചു വെക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ അതിന്റെ ഗൗരവം. മൻ കതമ ഇൽമൻ അൽജമഹുല്ലാഹു ബിലുജാമിൻ മിൻ നാരിൻ യൗമൽ ഖിയാമ. ഒരാൾ പഠിച്ച അറിവ് മറച്ചു വെച്ചാൽ ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള കടിഞ്ഞാണ് കൊണ്ട് അവനെ കടിഞ്ഞാണിട്ട് ശിക്ഷിക്കും. അറിവ് മറച്ചു വെക്കാൻ പാടില്ല. എങ്ങനെ പറയണം, എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള മേഖല ശ്രദ്ധിച്ച് തിരുത്തി കൊടുക്കണം. എന്നാ പിന്നെ അത് മാറും, ആരും സ്വീകരിക്കും. അള്ളാഹു എളുപ്പം നൽകുമാറാകട്ടെ. അതൊരു വഴിയാണ്. എന്നിട്ട് ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു, നീ അങ്ങനെ ഒരു വഴി സ്വീകരിച്ചാൽ മിൻ കമാലിക അൻ യകൂന അന്നാസു ഫീ കമാൽ, നീ തികഞ്ഞവനാണ്, നീ പൂർണ്ണനാണ് എന്നതിന്റെ അടയാളമാണ് നിന്നെ കൊണ്ട് മറ്റുള്ള ആളുകൾ പൂർണ്ണതയിലേക്ക് വരുന്നത്. നിന്റെ മാർഗം സ്വീകരിച്ച്. അതുകൊണ്ടല്ലേ പഴയ കാലത്തുള്ള നമ്മുടെ നാട്ടിലൊക്കെ മദ്രസയും സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വഅദ് കേട്ട് ഉസ്താദുമാരെ കണ്ട് ശീലിച്ച് നന്നായ ആളുകൾ എന്താ പറയാ, ഇപ്പോഴെന്താ പറയാ, അന്നത്തെ ഉസ്താദ് ഞങ്ങളെ നാട്ടിൽ വന്നപ്പോ ഇങ്ങനെ ചെയ്തത്, അന്നത്തെ ഉസ്താദ് ഞങ്ങളെ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ ചെയ്തത്. എന്താ അവരത് പഠിച്ചു വെക്കാൻ കാരണം? അതാ ഉസ്താദിന്റെ ജീവിതം കണ്ട്, ആ ഉസ്താദിന്റെ സ്വഭാവം കണ്ട് അവർ പകർത്തിയിട്ട് അത് തന്നെയാണ് ശരിയെന്ന് അവർ ഉൾക്കൊണ്ട് അങ്ങനെ മനസ്സിൽ സ്വീകരിച്ചു. ഇന്നത് നമ്മളോട് അവർ പറയുമ്പോ അതെവിടെയുണ്ട്? കിതാബിലും. മുമ്പൊരു സ്ഥലത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ പ്രായമുള്ളൊരു മുഅദ്ദിനുണ്ട്. അത് കാണുന്ന ഒരു സന്തോഷം. അദ്ദേഹം ഉറക്കെ ചൊല്ലി, എല്ലാവരും കേൾക്കുന്ന, ആ പന്തലിൽ വന്നൊരു 150 ആൾ കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി. അപ്പൊ കുറെ ആൾക്കാർ ചിരിച്ചു. ബിസ്മി ഇങ്ങനെ ഉറക്കനെ ചൊല്ലുന്നേട്ടപ്പോ ചിരിച്ചു. പക്ഷെ നമ്മളൊക്കെ അവിടെ ചിന്തിച്ചത്, അദ്ദേഹം ഒരുപാട് പ്രായമുള്ള മുഅദ്ദിനാണ്, ഒരുപാട് ഉസ്താദുമാരെ കണ്ടാണ്. ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ എവിടെങ്കിലും കാണാതെ, അല്ലെങ്കിൽ കണ്ടവര് പഠിച്ചവർ ചെയ്യുന്ന കണ്ടിട്ടല്ലാതെ ചെയ്യൂലല്ലോ. പിന്നെ നമ്മൾ കിതാബ് ഇങ്ങനെ, നമ്മൾ ആദ്യമായിട്ട് കേൾക്കല്ലോ എങ്ങനെ കിതാബ് ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. കൂട്ടമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ഉറക്കെ ബിസ്മില്ല സുന്നത്താണ്. എന്നാ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ബിസ്മിൽ ഓർമ്മപ്പെടുത്തരുത്. തൻബീഹ് എപ്പോഴും വേണമല്ലോ. 10 എത്ര തൻബീഹ ഉള്ളത്? ഒരു 4 പേജ് പറിച്ചൊരു 4 തൻബീഹ് കാണും, ഒരു ഉണർത്തല്. അപ്പൊ ഒരു പക്ഷെ മറന്നുപോയ ആളുണ്ടാകും, അയാളും ബിസ്മില്ല. ഇത് കാരണമാണ്. അപ്പൊ അദ്ദേഹത്തെ അന്നാ ചൊല്ലിയ, ഉറക്ക ചൊല്ലിയ ബിസ്മി കൊണ്ടാണ് എല്ലാവരും ബിസ്മില്ലത്. അപ്പൊ 150 ആളുകൾ ആ ഒരു ബിസ്മി കൊണ്ട് ബിസ്മി ചൊല്ലാൻ കാരണമാകുമ്പോ അത് വലിയൊരു സന്തോഷമാണ്, വലിയൊരു ഹിദായത്താണ് ആ കൈമാറുന്നത്. അതുകൊണ്ട് ഹിദായത്തിന്റെ മേഖലയിൽ, ഹിദായത്ത് സ്വീകരിക്കുന്നതിൽ, സന്മാർഗം സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രതിസന്ധികളൊക്കെ കുറെ തരണം ചെയ്യണം. കറക്റ്റ് പാലിക്കാൻ ഒരു പക്ഷേ സമയം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന സമയത്തിലൊക്കെ പാലിക്കണം. വിശ്വാസം ഉണ്ടാകരുത്. ശരീഅത്ത് പഠിപ്പിച്ചതുപോലെ ഉള്ള കുളി, ശരീഅത്ത് പഠിപ്പിച്ചതുപോലെയുള്ള ഉളൂ, ശരീഅത്ത് പഠിപ്പിച്ചതുപോലെ, ദീന് പഠിപ്പിച്ചതുപോലെയുള്ള തയമ്മും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആലിമീങ്ങളിൽ നിന്ന് ശരിക്ക് കിട്ടിയ അറിവനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഒരാളങ്ങനെ ചെയ്യുന്നത് കണ്ട് ഞാനും അങ്ങനെ ചെയ്യാന്നല്ല. കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത ഒരാള് വെള്ളം നനക്കാൻ പറ്റില്ല. അപ്പൊ അയാളോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തയമ്മും ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, തയമ്മും ചെയ്താൽ മതി, വെള്ളം നനക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിസ്കാരമൊക്കെ ശരിയായി കിട്ടും. പക്ഷേ ഡോക്ടർ കാണിച്ചു കൊടുത്ത തയമ്മം എങ്ങനെയാന്ന് വെച്ചാല്, ഏതെങ്കിലും ഒരു ശുദ്ധിയുള്ളൊരു വസ്തുവിനെ 2 അടി അടിച്ചിട്ട് ഇങ്ങനെ തടവിയാൽ മതി. ഈ കണ്ണിന് അസുഖം ബാധിച്ച ആള് ഷാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബിൽ ഈ തൂണുമ്മലടിച്ച് തടവിയാൽ തയമ്മുമാകൂല. അത് ഷർത്തനുസരിച്ചുള്ള നല്ല പൊടിയുള്ള മണ്ണ് തന്നെയാകണം, ശുദ്ധിയുള്ള മണ്ണ്. മണല് പോലും പറ്റൂല. ആ ശുദ്ധിയുള്ള മണ്ണിൽ നിയ്യത്ത് വെച്ച് അടിച്ചെടുത്തിട്ട് വേണം തയമ്മും ചെയ്യാൻ. അപ്പൊ അദ്ദേഹം അങ്ങനെ പുറത്തു വന്ന് തൂണിനടിച്ചിട്ട് തയമ്മും ചെയ്തിട്ട് നിസ്കരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ കണ്ടൊരാൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചു. ഞാൻ തയമ്മും ചെയ്താണ്. ആരെ തയമ്മ് പഠിപ്പിച്ചത്? ഡോക്ടർ പറഞ്ഞു അങ്ങനെ അടിച്ചാൽ മതി. കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് മരുന്നോടത്തൊക്കെ റെഡി. പക്ഷെ ഈ തയമ്മുമിന്റെ ഈ കാര്യങ്ങളും, ഈ വക കാര്യങ്ങളും പഠിക്കേണ്ടത് അത് അദ്ദേഹത്തിൽ നിന്നല്ല,
അത് പണ്ഡിതന്മാർ പറയുന്ന മാർഗമാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അപ്പോഴേ ആ ചെയ്യുന്ന കർമ്മം ശരിയാകുള്ളൂ. അപ്പൊ ആ ശരിയായ രൂപത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണം, ശരിയായ രൂപത്തിൽ ചെയ്യുക, അതിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് ഉറച്ചു നിൽക്കുമ്പോൾ, അതങ്ങനെ കൊണ്ടു നടന്നു ഉറച്ചു നിൽക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഹിദായത്തിന്റെ മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർ. ഫമൻ ളല്ല ഫഇന്നമാ യദുല്ലു അലൈഹാ. വഴി തെറ്റിയാൽ ആ വഴി തെറ്റിയതിന്റെ കേടും ആ ശരീരത്തിന് തന്നെയാണ്. വഴിതെറ്റി സഞ്ചരിക്കാൻ പാടില്ല, പിഴച്ചു പോകാൻ പാടില്ല, പിഴച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചേരാനും പാടില്ല. പിഴച്ച ആളുകളോടുകൂടെ ഇരിക്കുന്നതും അവരോടുകൂടെ സമ്പർക്കം പുലർത്തുന്നതും അവരിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് മാർഗമാക്കാൻ പിന്തുടരാൻ ഒരിക്കലും കാരണമാകരുത്. അവരെ ശൈലി പകർത്താൻ അതൊരു മാർഗമാകരുത്. ഒരു പക്ഷെ അത് നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടമായി തോന്നും, അത് ശരിയായിരിക്കൂല. അതുകൊണ്ട് അത് വിട്ടേക്കണം. ആവശ്യത്തിന് മാത്രം അവരോട് ചില കാര്യങ്ങളൊക്കെ ഇടപാടുകളൊക്കെ നടത്തുക എന്നല്ലാതെ പിന്തുടരാനോ പിൻപറ്റാനോ യഥാവിധി മഹബത്ത് വെക്കാനോ പിഴച്ച ആളുകൾ ഒരു നിലക്കും പറ്റൂല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുട്ടികളെ നന്നായി വളർത്തുന്നിടത്ത് ദുഷിച്ച കൂട്ടുകെട്ടുകൾ ചെറുപ്പത്തിൽ കുട്ടികളെ സ്വാധീനിക്കും. അതുണ്ടാകരുത്. ദുഷിച്ച കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ അനാവശ്യം കാണുന്ന, അല്ലെങ്കിൽ അനാവശ്യം കേൾക്കുന്ന, അല്ലെങ്കിൽ അതെപ്പോഴും പറയുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരനെങ്കിൽ ആ കുട്ടി പറയുന്ന വാക്കുകളും ഭാഷയും അടക്കം ഈ കുട്ടിയും കളിന്റെ ഇടയിൽ പകർത്തും. അങ്ങനെ പിന്നെ നമ്മളോട് നമ്മുടെ വീട്ടിലൊന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ ആ വാക്ക് അതങ്ങനെ തന്നെ ഇവിടെയും കാച്ചും. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ചിന്തിക്കും, ഇത് പോയി എവിടുന്നാ പോയി കുട്ടിക്ക് പഠിച്ചത്, എവിടുന്നാ പോയി കുട്ടി കിട്ടിയത്? മദ്രസയിലാണ് ഈ കുട്ടിയെ ചേർത്തിയില്ല, സ്കൂളിൽ എത്തിയില്ല, പിന്നെ എവിടുന്നാ കിട്ടിയത്? അതിങ്ങനത്തെ കളിക്കൂട്ടുകാരിൽ നിന്ന് പകർത്തി കിട്ടിയതാണ്. അതുകൊണ്ടാണ് ചെറുപ്പം മുതൽക്കേ ദുഷിച്ച കൂട്ടുകാര്, അനാവശ്യം സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന, ഇപ്പൊ ചെറുപ്പത്തിൽ നിന്ന് കണ്ടില്ല നിങ്ങൾ, 4 വയസ്സ് മുതൽക്ക് തന്നെ ചെറിയ കുട്ടികൾ അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. എത്ര വലിയ മാരകമായ അസുഖം! അതിലെ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ വല്ലതും കിട്ടിയാൽ, അങ്ങനത്തെ വല്ല ഡയലോഗും കിട്ടിയാൽ അത് നമ്മുടെ കുട്ടിക്ക് കൈമാറാനും സ്വീകരിക്കാനും പറയാനൊക്കെ. ലലാലത്തിന്റെ മേഖലയിലേക്ക് പോകരുത്, ആ മാർഗത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യരുത്. അതിനെപ്പോഴും പേച്ച രൂപത്തിൽ പേച്ചതായിട്ട് തന്നെ കാണണം, ഒഴിവാക്കുകയും വേണം. സുന്നത്തിനെതിര്, വാജിബിനെതിര്, അതുപോലെ തന്നെ വിശുദ്ധ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾക്കെതിര് പലപ്പോഴും പല ഇടങ്ങളിലും കണ്ടുവരുന്നുണ്ടാകും. സ്വീകരിക്കാൻ പാടില്ല. ഒറ്റ ഉദാഹരണം പറയട്ടെ, കുറെ ഉദാഹരണങ്ങൾ, ഒറ്റ ഉദാഹരണം പറയട്ടെ. തലേക്കെട്ട് കെട്ടലാണ് സുന്നത്ത്. കെട്ടണം. തലേക്കെട്ട് പോലത്തെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, തൊപ്പിയാണ്. അതിന് തൊപ്പിന്റെ സുന്നത്തെ കിട്ടും അല്ലേ? ആ, തലേക്കെട്ട് എന്ന് പറഞ്ഞാൽ കെട്ടലാണ്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലാ അസ്ഹാബിൽ അമാഇം. ഈ കമീസ് ഇടാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞെരിയാണിന്റെ തായിറങ്ങാൻ പറ്റൂല. അത് ഷോക്സ് ഇട്ടാലും ശരി, ഇട്ടിട്ടില്ലെങ്കിലും ശരി. സോക്സ് ഇട്ടിട്ട് കുറെ ആൾക്കാരെ ഒപ്പിച്ചല്ലേ, അറിയില്ലല്ലോ. അതൊന്നും പറ്റൂല. അതൊക്കെ ആ കൃത്യമായ അളവിൽ തന്നെ, ഇതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ, ഉസ്താദ് ഖാളിയായ പള്ളിയിലാണ് ഞാൻ ഖുതുബ ഓതാൻ ചെന്നത്, മലപ്പുറം ജില്ലയിൽ. കുറെ കാലം അവിടെയാണ്. അവിടെ നമുക്ക് ഭക്ഷണം തന്ന, സ്നേഹിച്ച, സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. ഉസ്താദ് ഞാനിതിങ്ങനെ ഇട്ടപ്പോൾ ഉസ്താദിനോടൊന്ന് നേർക്ക് നിൽക്കുക. നമ്മൾ നോക്കണം അവരെ സൂക്ഷ്മത, ആലിമീങ്ങൾ, അവരെ കാര നേർക്ക് നിർത്തിയല്ല, നേർക്ക് നിർത്തിയിട്ട് ഉസ്താദ് നോക്കുകയാണ് ഇതിന്റെ വലുപ്പം എത്ര ഉണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇത് കറക്റ്റാണ്, ഇത് പാകാണ്, ഇതിൽ വലുപ്പം കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ കടർക്കരുത്. ചിലപ്പോ ഏതെങ്കിലും എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരിക്കുക, പിന്നിലുള്ള എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരിക്കുക.
കുറച്ച് പ്രായമുള്ളവരല്ലാതെ ചാരിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ടിരിക്കുക നല്ലേ. നൈരുത്തത്തിന് സുഖം കിട്ടും. കുറച്ചുകൂടി കഴിഞ്ഞ് ചാരും ചെയ്യാനാണെങ്കിൽ. അപ്പോ അത് നീളാൻ പാടില്ല. അത് ഞെരിയാണിന്റെ കറക്റ്റ് തായോട്ട് നിൽക്കും പോകാൻ പാടില്ല. കറക്റ്റ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ മേലോട്ട്. അങ്ങനെയാണല്ലോ സുന്നത്ത്, അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. ഒന്നും മാറാൻ പാടില്ല. അപ്പൊ ആ ശൈലിയിൽ നിന്നും ആ കാര്യത്തിൽ നിന്നും മാറാതെ തന്നെ സ്വീകരിക്കണം. അതിനൊരു പുതുമ കൊണ്ടുവരാൻ പാടില്ല. പലയിടത്തും കാണാൻ പല പുതുമകളും പുതിയതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സഹോദരിമാര് ധരിക്കുന്ന ഒരു ഡ്രസ്സാണ്, എന്തെന്നാ അതിന്റെ പേര്? ഇവിടെ കീറിയൊരു ഡ്രസ്സില്ലേ, നമ്മളെ ജുബ്ബ പോലത്തെ സഹോദരിമാർ ധരിക്കുന്നതിന്റെ പേര് ചുരിദാർ. ഞാനതിന്റെ പേരൊന്നും പഠിക്കാൻ പോയില്ല. അത് കീറിയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല ചെറുപ്പക്കാരികളൊന്നും. അതുകൊണ്ടുള്ള വലിയ അപകടത്തിലെന്ന് പറയും നിങ്ങൾ. കാരണം താഴെ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് ആ പെണ്ണിന്റെ ശരീരത്തിന്റെ കൃത്യമായ അളവ് ഇത് കീറിയിട്ട് കാറ്റിനങ്ങോട്ടും ഇങ്ങനെ ആടുമ്പോൾ ബാക്കിയുള്ളവരത് നോക്കി പകർത്തിയെടുക്കുക. അതുണ്ടാകാൻ പാടില്ല. അതങ്ങനെ ഒരു ശരിക്കും ഇങ്ങോട്ട് മൂട്ടിയാൽ കുഴപ്പമില്ല, നല്ല വസ്ത്രം തന്നെയാണ്. വസ്ത്രങ്ങൾ മറക്കണമൊക്കെ നല്ല വസ്ത്രം തന്നെ, മോഡൽ മാറിയിട്ട് കുഴപ്പമൊന്നുമില്ല. പേര് മാറണേ മാറിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറയണം, നല്ലോണം മറയണം. ഈ കീറൽ അതിന് പറ്റും. അപ്പൊ ഉസ്താദ് ഞങ്ങൾ ജുബ്ബ കയറിയില്ലേ, നമ്മുടെ കൃത്യമായിട്ട് അളവ് കിട്ടൂല, കാരണം തുണിക്ക് നല്ല ലൂസുണ്ട്. മറ്റേ ധരിച്ചത് താഴെ ധരിച്ചത് ഒരു പാന്റ് പോലത്തെ സംഗതിയാണ്. അപ്പൊ അത് അവരെ തടി കൃത്യമായിട്ട് ഇങ്ങനെ വടിവൊത്ത രീതിയിൽ തന്നെ പുറത്തേക്ക് കാണുന്നവരുണ്ട്. അതും നേരത്തെ പറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത സ്ത്രീകളെന്ന് പറഞ്ഞ ഹദീസിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോ 3 വിഭാഗം പറഞ്ഞപ്പോൾ ഒരു വിഭാഗം ശരീരത്തിന്റെ വടിവ് കൃത്യമായി പുറത്തേക്ക് അളക്കാൻ പറ്റുന്ന രീതിയിൽ ഫിറ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ എന്നും മഹാനവറുകൾ ഇമാം നബി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മാറാൻ പാടില്ല, നമ്മളാ ലെവലിൽ നിന്ന് മാറാൻ പാടില്ല. മൈലാഞ്ചി അത് സുന്നത്തുള്ള വിഭാഗമാണ്. സ്ത്രീകളിൽ വിവാഹം കഴിച്ചവർ നിക്കാഹ് കഴിഞ്ഞാൽ പറ്റും. ചെറിയ കുട്ടികൾക്ക് ഉപ്പ ഉമ്മമാര് മൈലാഞ്ചിട്ട് ശീലിപ്പിക്കരുത്. ചിലർ ചോദിക്കും ഉസ്താദെ, ആൺകുട്ടിക്ക് ഒരു 50 വയസ്സിന്റെ വട്ടത്തിന് 50 വയസ്സില്ല 25 വയസ്സില്ല. ആൺകുട്ടികൾക്ക് ആണുങ്ങൾക്ക് സീനത്തിന് നല്ല വസ്ത്രം ധരിച്ചാൽ തന്നെ സീനത്തുണ്ടാവും. വേണമെങ്കിൽ ഒരു വെള്ളിമോതിരം, ഒരു വാച്ചൊക്കെ കിട്ടിക്കോട്ടെ. ചെറിയ കുട്ടികളാണ് എന്ന് കരുതിയിട്ട് മൈലാഞ്ചിട്ട് കൊടുക്കരുത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ആൺകുട്ടികൾക്ക് തീരെ പാടില്ല, പെൺകുട്ടികൾക്ക് കറാഹത്ത. ഇരിക്കുന്ന പെണ്ണിന് പാടില്ലല്ലോ മൈലാഞ്ചിടൽ, ഹറാമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ശരീഅത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഹിദായത്ത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത്? മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. അതിൽ നിന്ന് മാറുമ്പോൾ അവൻ പേച്ചുപോകും. പേച്ചുപോകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല പഠിപ്പിക്കുന്ന കാര്യം നോക്ക് നിങ്ങൾ. അങ്ങനെ ഇവിടെ നിന്ന് പേച്ചുപോയിട്ട് അത് ഏറ്റെടുക്കാൻ ആളെ കിട്ടൂല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരു കുറ്റം ചെയ്ത ശരീരം വഹിക്കുകയില്ല വിസ്റ ഉഖ്റാ, മറ്റൊരു കുറ്റം ചെയ്ത ശരീരത്തിന്റെ ഭാരത്തെ. കുറ്റം എപ്പോഴും ഭാരമാണ്, നല്ല കനമേറിയതാണ്. ആ കനത്തെ വേറൊരാള് ചുമന്ന് കൊണ്ടുപോകൂല. ഒരുപാട് തഫ്സീറുകളുണ്ട് ഈ ആയത്തിന്, ഞാൻ ചുരുക്കി പറയാം. ചുമന്നു കൊണ്ടുപോകൂല, ഒരാളും അത് ഏറ്റെടുക്കാൻ വരൂല. ഈ സംഭവം പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ലിയഹ്മിലു ഔസാറഹും കാമിലത്തൻ യൗമൽ ഖിയാമ, അവരുടെ കുറ്റങ്ങളെ ഖിയാമത്ത് നാളിൽ പൂർണ്ണമായും ഇവർ ചുമന്നു കൊണ്ടുപോകും എന്ന് ഒരായത്തിൽ കാണാം, സൂറത്തുൻ നഹ്ൽ. അപ്പോ ഒരു ഭാഗത്ത് ചുമന്നു കൊണ്ടുപോകുന്നു, ഇവിടെ പറഞ്ഞ് ആരും ചുമക്കൂല എന്നുമാണ് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആ പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തത്തിൽ ഒരാള്, ആദ്യം പറഞ്ഞത് കുറ്റം ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും സ്വന്തം അവസ്ഥയെ പറ്റിയാണ്. അയാൾ സ്വന്തത്തിൽ പിഴച്ച് കുറ്റമുള്ള ആളാണെങ്കിൽ അയാളുടെ കുറ്റം അയാൾ പേറി നടക്കും.
മറ്റുള്ളവരെ കുറ്റം ഏറ്റെടുത്തു പോകുന്നു പറഞ്ഞ് മറ്റുള്ളവരെ പേപ്പിക്കാൻ ഇയാൾ കാരണമാവുകയോ അല്ലെങ്കിൽ ഇയാൾ അതിന് ഇമാമായി നേതൃത്വം കൊടുക്കുകയോ ഇയാൾ അതിന് എന്തെങ്കിലും ഒരു പങ്ക് ഇയാൾ ഉണ്ടാവുകയോ ചെയ്താൽ മറ്റുള്ളവരെ കുറ്റവും ഇയാൾ ഏറ്റെടുക്കും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ വിശദീകരിച്ചത് കാണാം. ഈ ആയത്തിന്റെ ഭാഗം ഇപ്പോൾ ഓതിയ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്ന ആയത്തിറങ്ങാൻ കാരണം വലീദ് ഇബ്നു മുഗീറയുടെ വിഷയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളിൽ വലിയൊരു എതിരാളിയാണ് വലീദ് ഇബ്നു മുഗീറ. അയാൾ എപ്പോഴും ജനങ്ങളെ വിളിച്ചിട്ട് പറയും, നിങ്ങളെല്ലാവരും എന്റെ മാർഗത്തിൽ നടന്നാൽ മതി, നിങ്ങളെ കുറ്റങ്ങളൊക്കെ ഞാനങ്ങ് ഏറ്റെടുത്തോണ്ട് കുഴപ്പമില്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഇല്ല, അത് കളവാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഒരാളും ഒരു ഭാരം ചുമന്ന ശരീരവും മറ്റൊരു ശരീരത്തിന്റെ ഭാരം ഏറ്റെടുക്കുകയില്ല എന്ന് മറുപടിയായിട്ട് ഇവിടെ നമ്മെ പഠിപ്പിച്ചു. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളൊക്കെ നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് പറഞ്ഞെടുത്ത് ദുനിയാവിൽ ഒരു പക്ഷേ ഒരാളെ കുറ്റം വേറൊരാൾ ഏറ്റെടുക്കുന്ന, വേറൊരാൾ സഹിക്കേണ്ടി വരുന്ന രംഗങ്ങളുണ്ട്. ദുനിയാവിൽ അങ്ങനെ വരും. ഒരാൾ ചെയ്ത കുറ്റത്തിന് വേറൊരാൾ ശിക്ഷ ഏൽക്കും. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും വരും. നല്ല ആളുകൾ മോശപ്പെട്ട ആളുകളെ വിലക്കിയിട്ടില്ലെങ്കിൽ ആ നല്ല ആൾക്കാരും കൂടി ഈ കുറ്റത്തിന് വിധേയരാക്കപ്പെടും. ശിക്ഷ വരുമ്പോ അങ്ങനെയാണ്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്. ഒരു നാശം വരുമ്പോ അക്രമകാരികൾക്ക് മാത്രാകൂല നാശം വരും. തീരെ അക്രമം ചെയ്യാത്തവരും നാശത്തിൽ പെട്ടുപോകും. അങ്ങനത്തെ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ തങ്ങളോട് ചോദിച്ചു, നബിയെ, അനുഹുലകു വഫീന സ്വാലിഹൂൻ, നല്ല മനുഷ്യന്മാർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞങ്ങളെ നശിപ്പിക്കപ്പെടുമോ? നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, നല്ലവണ്ണം റബ്ബിനെ അനുസരിക്കുന്ന നല്ല മനുഷ്യന്മാർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ നാശം വരുമോ? ഞങ്ങൾക്ക് നാശം വരുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതേ വരും. ഇദാ കസുറൽ ഖബസു, അനാവശ്യം വർദ്ധിച്ചാൽ. അനാവശ്യം എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം ഔലാദു സിന, വേശ്യ വൃത്തിയിലുള്ള സന്താനങ്ങൾ പെരുകിയാൽ. പെരുകിയില്ലേ? എത്ര പെരുകിയത്? എത്രയാണ് അധികരിക്കുന്നത്? അതുകൊണ്ടല്ലേ എന്ത് തൊട്ടിലാണ്? അമ്മ തൊട്ടിൽ. തൊട്ടിൽ വരെ വന്നത്, അങ്ങനത്തെ ഒരു സാഹചര്യം വരെ വന്നത് ഇതുകൊണ്ടല്ലേ. കാരണം അവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ സൗകര്യമായി, നബിനിപ്പുറത്ത് ഇതിനും സൗകര്യമായി. അപ്പൊ അത് പെറ്റു പെരുകിയാൽ നാശം വരും. ആ നാശം ഒരു പക്ഷേ എല്ലാവരിലേക്കും വ്യാപിക്കും. ഒരാളിൽ മാത്രമായി കൊള്ളണമെന്നില്ല. അതേ സമയത്ത് ആഖിറത്തിലെത്തിയാൽ ഒരാളുടെ കുറ്റം മറ്റൊരാൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന അവസ്ഥയുണ്ട്, തീരെ തയ്യാറാകാത്ത അവസ്ഥയും രണ്ടും ഉണ്ട്. ആഖിറത്തിൽ ഒരാളെ കുറ്റം വേറൊരാൾ പേറേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. എന്റെ കുറ്റം ഏതെങ്കിലും നീ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ തയ്യാറാകാത്ത അവസ്ഥയുമുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. മഹാനവറുകൾ പറയുന്നു, പരലോകത്തെത്തുമ്പോ യഹൂദിയും നസ്രാനിയും ദുനിയാവിൽ കൂടെ ജോലി ചെയ്ത മുസ്ലിമായ കൂട്ടുകാരനെ കാണുന്നു. അപ്പൊ ഇവർ രണ്ടാളും പരാജയപ്പെട്ട് നിൽക്കുകയാണ്. യഹൂദി പറയുന്നു, നസ്രാനി വന്നിട്ട് പറയുന്നു, നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആളുകളല്ലേ, ഞാൻ നിനക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ടല്ലോ. മുസ്ലിം പറയുന്നു, ബല, അതെ, ശരിയാണ്, നീ എനിക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ദുനിയാവിൽ. എന്നാ നീ എനിക്ക് ഇവിടെ ഒരു ഗുണം ചെയ്യണം. എന്താ ഗുണം ചെയ്യേണ്ടത്? ഞാനിപ്പോ അദാബിലേക്കാ പോകുന്നത്, എന്റെ വിഷയം നീ ഒന്ന് ഏറ്റെടുക്കണം. അത് മാത്രം എന്നോട് പറയരുത്, എനിക്കതിന് സാധിക്കൂല. അതേ, ഒരു മനുഷ്യൻ തന്റെ ബാപ്പയുടെ അടുത്ത് വന്നിട്ട് പറയും, ശരിക്ക് പോറ്റി വളർത്തിയ ബാപ്പയോട് വന്നിട്ട് പറയും, ബാപ്പ, അലം അകുൻ ബിക ബാർറൻ, ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിരുന്ന മോനായിരുന്നില്ലേ? വഅലൈക മുഷ്ഫിഖ, നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നില്ലേ? വൈലൈക മുഹ്സിന, നിങ്ങളിലേക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിരുന്നില്ലേ? ഞാനിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വിഷയം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഹസനാത്തിൽ നിന്ന് കുറച്ചെനിക്ക് തരണം, അല്ലെങ്കിൽ എന്റെ കുറ്റങ്ങൾ കുറച്ച് നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കണം. ബാപ്പ പറയും, മോനെ, ഇന്നല്ലദീ സഅൽതനീ യസീർ,
നീ ചോദിച്ചത് ചെറിയ കാര്യം തന്നെയാണ്, പക്ഷേ വലാകിന്നി അഖാഫു മിസ്ല മാ തഖാഫുൽ, നീ പേടിക്കുന്നത് പോലെ ഞാനും പേടിക്കുന്നു. തരാൻ പറ്റൂല. എന്റെ ഹസനത്തിൽ നിന്ന് നിനക്കൊന്നും തരാൻ പറ്റൂല, നിന്റെ സയ്യത്ത് ഞാനും ഏറ്റെടുക്കൂല. ബാപ്പ മകനോട്, മകൻ ഭർത്താവ് ഭാര്യയോട്, അവിടൊക്കെ അതിന്റെ പഴുത് അന്വേഷിക്കും. ഹദീസിൽ കാണാം, ഭർത്താവ് ഭാര്യയോടും പറയും, ഞാൻ നിനക്ക് ഒരുപാട് സേവനമൊക്കെ ചെയ്തില്ലേ, ഇന്നിപ്പോ സംഗതി എന്റെ കാര്യം മോശമാണ്, അതുകൊണ്ട് കുറച്ച് നീ ഏറ്റെടുക്കണം. നല്ല നിറഞ്ഞ അമലും കാര്യമൊക്കെയുള്ള ഭാര്യയോട് പറയാം, ഞാൻ സംഗതി ജീവിതം പോക്കായിരുന്നു, പക്ഷേ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്ത, നീ ജീവിക്കാനുള്ള അവസ്ഥയും ഭക്ഷണവും സൗകര്യവും നിന്റെ മക്കൾക്കും ഒക്കെ ഞാൻ ചെയ്തെന്നില്ലേ, കുറച്ച് നീ ഏറ്റെടുക്കണം. ആ സമയത്ത് ഭാര്യയും പറയും, ഇല്ല, എനിക്കതിന് സാധിക്കൂല. ഖുർആൻ പറഞ്ഞു, വൈൻ തദുൽ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. ഏറ്റെടുക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നത് കുടുംബക്കാരായാൽ പോലും ശരി, ഏറ്റെടുക്കൂല, കുറ്റങ്ങൾ ഏറ്റെടുക്കൂല. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാതാവ് വരുന്ന അവസ്ഥ, മകനോട് പരാതി പറയാൻ, മോനെ, യാ വലദി അലം യകുൻ ബത്നി ലക ബിആ, എന്റെ പള്ള നിനക്കുള്ള പാത്രമായിരുന്നില്ലേ, നീ പാത്രത്തിൽ കിടന്ന് വളർന്ന ആളല്ലേ. അലം യകുൻ സദീ ലക സിഖാ, നിനക്ക് കുടിക്കാനുള്ള പാനപാത്രം എന്റെ സ്ഥലമായിരുന്നില്ലേ. അലം അകുൻ ഹജ്രീ ലക ബിതാ, എന്റെ മടിത്തട്ട് നിനക്കുള്ള വിരിപ്പായിരുന്നില്ലേ. അതേ ഉമ്മ, അതൊക്കെ ശരിയാണ്. എന്നാ മോനെ, ഖദ് അസ്ഖലത്നി ദുനൂബി, എന്റെ വൈകല്യങ്ങൾ എനിക്ക് ഘനമായിട്ടുണ്ട്, ഭാരമായിട്ടുണ്ട്, കുറച്ച് നീ അങ്ങ് ഏറ്റെടുക്കണം. ഫഹ്മൽ അന്നി മിൻഹാ ദംബൻ വാഹിദാ, ഒരു തെറ്റ് നീ ഒന്ന് ഏറ്റെടുക്കണം. മകൻ പറയും, ഇലൈക അന്നി യാ ഉമ്മ, അതുമാത്രം പറയരുത്, നിങ്ങൾ പോകണം. ഫഇന്നി ബിദംബി അൻകി മശ്ഗൂൽ, ഞാൻ എന്റെ ദോഷം കൊണ്ട് തന്നെ കുടുങ്ങി നിൽക്കുക, എന്നിട്ട് നിങ്ങളോട് ഏറ്റെടുക്കാനും ഞാൻ ഏറ്റെടുക്കൂല, നിങ്ങൾ മാറി നിൽക്കുക, മാറി നിൽക്കൂ എന്ന് പറയും, മാറാൻ വേണ്ടി പറയും. പക്ഷേ നമ്മൾ പഠിക്കേണ്ട വലിയൊരു വിഷയമാണ്, മറ്റൊരാളും ഏറ്റെടുക്കാൻ വരില്ല ഒരു സംഗതി. പക്ഷേ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിക്കുമ്പോൾ ഖുർത്തുബി ഇമാം തങ്ങളോട് കുറെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടൊരു ചോദ്യമുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, ആർക്കെങ്കിലും മറ്റൊരാളോട് എന്തെങ്കിലും ഒരു ബാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് കുറവ് പോരായ്മ ഉണ്ടെങ്കിൽ ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് അത് പൊരുത്തപ്പെടിച്ച് അതിനെ കെട്ടയച്ചു കൊടുക്കണം. ഖബല അല്ലാ യകൂന ദീനാറൻ വലാ ദിർഹം, അത് ദീനാറും ദിർഹവും ഒക്കെ ആകാതിരിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വാലിഹായ അമല് പരലോകത്തുണ്ടെങ്കിൽ കണക്കനുസരിച്ച് അതിൽ നിന്ന് പിടിക്കും. നന്മകളൊന്നും ബാക്കിയില്ലേ, എന്നാ കൂട്ടുകാരന്റെ തിന്മകളിൽ നിന്ന് കുറച്ചിങ്ങോട്ടെടുത്ത് ഇവന്റെ മേൽ കെട്ടിവെക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ സ്വഹാബത്തിനോട്, തൊലഞ്ഞവൻ, ഒന്നിനും കൊള്ളാത്ത തൊലഞ്ഞവൻ, പാപ്പരായവൻ ആരാണെന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, സാധാരണ എല്ലാവരും പറയുന്ന മറുപടി 5 കാശിന് വകുപ്പില്ലാത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിലുള്ള മുഫ്ലിസ് അതല്ല, നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും കൊടുക്കാനുള്ള ബാധ്യത. അയാളെ ചീത്ത പറഞ്ഞു, മറ്റേ ആള് വ്യഭിചാരാരോപണം പറഞ്ഞു, വേറൊരാളെ രക്തം ചൊരിച്ചിലുണ്ടാക്കി, വേറൊരാളെ സ്വത്ത് അപഹരിച്ചു, വേറൊരാളെ അടിച്ചു, ഇങ്ങനെയൊക്കെ ജീവിച്ച ആളാണ്. അപ്പൊ വരിവരിയായി കിട്ടാനുള്ള അവകാശികൾ ഇങ്ങനെ നിൽക്കുമ്പോ ഇവൻ ചെയ്തു കൂട്ടിയ ഈ നന്മകളിൽ നിന്ന് ഓരോരുത്തർക്കും കൊടുക്കേണ്ട അളവനുസരിച്ച് അങ്ങനെ കൊടുക്കും. ഫൈൻ ഫനിയത്ത് ഹസനാതുഹു ഖബല ഇൻഖിളാഇ മാ അലൈഹി, കൊടുക്കാനുള്ളത് കഴിയുന്നതിന്റെ മുമ്പ് നന്മകൾ തീർന്നുപോയാൽ ഉഖിദ മിൻ ഖതായാഹും, വരിവരിയായി നിൽക്കുന്ന ആളുകളെ പാപത്തിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത് അത് ഇവന്റെ മേലിട്ടിട്ട് സുമ്മ തുരിഹ ഫിന്നാർ, ഈ നന്മയുമായി വന്ന ഈ മനുഷ്യനെ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടും. ഇങ്ങനെ ഉണ്ടല്ലോ ഹദീസില്. ചോദ്യകർത്താവ് കുറെ ചോദ്യങ്ങൾ ഉദ്ധരിക്കുകയാണ്, കുറെ ഹദീസുകൾ ഉദ്ധരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വാഹിബുദ്ദൈനി മഅ്സൂറുൻ യൗമൽ ഖിയാമത്തി ബിദ്ദൈൻ, കടക്കാരൻ
മഅ്സൂറുൻ ബന്ധിതനാണ്, ഖിയാമത്ത് നാളിൽ കടത്തിന്റെ പേരിൽ ബന്ധിതനാണ്. അവിടെ പിടിച്ചു നിൽക്കും, വിടൂല. ഇവിടെ ചെയ്ത കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി നടക്കും. മാതാപിതാക്കൾ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും കൊടുക്കാനുള്ള വിഹിതങ്ങളെപ്പറ്റി ചിന്തിച്ച് നടക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാനുണ്ടോ? കിട്ടാനുണ്ടെങ്കിൽ അത് നോക്കിയിട്ട്, ആ വിഷയം നോക്കിയിട്ട് തന്നെ കടബാധ്യതകൾ വീട്ടാൻ വേണ്ടി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ നമ്മൾ കാണും പോലെയല്ല കടക്കാര്. ഇന്ന അഹ്ലദ്ദൈനി ഫിൽ ആഖിറതി അശദ്ദു തഖാദിയൻ ലഹും മിൻകും ഫിദ്ദുനിയ. കടക്കാര് ആഖിറത്തിൽ കൂടുതൽ തർക്കിച്ച് ചോദിക്കും. അവർക്ക് വേണ്ടി കൊടുക്കാനുള്ള ആളെ തടഞ്ഞു വെക്കപ്പെടും. ഫയഖുദൂനഹു, പിടിച്ചവര് വാങ്ങും. എന്നിട്ട് പറയും, റബ്ബേ നീ എന്നെ കണ്ടില്ലേ, ഞാൻ ചെരുപ്പ് ധരിക്കാതെ നിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുക. ഈ വ്യക്തി അയാളെ ഹസനാത്തിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള കണക്കനുസരിച്ച് നീ അങ്ങ് എനിക്ക് തരണം. അല്ലെങ്കിൽ എന്റെ സയ്യിആത്തിൽ നിന്ന് നീ അയാൾക്ക് എനിക്ക് കിട്ടാനുള്ള കണക്കനുസരിച്ച് അങ്ങോട്ട് കൊടുക്കണം. അല്ലാതെ വിടാൻ ഞാൻ സമ്മതിക്കൂല. പിടിച്ചവിടെ വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്ത് അല്ലാഹു നീതിമാനാണ്. കൊടുക്കേണ്ടത് അല്ലാഹു തആല കൊടുക്കുക തന്നെ ചെയ്യും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഫ്റഹുൽ മർഅതു യൗമൽ ഖിയാമ, ഭാര്യ സന്തോഷിക്കും, അൻ യകൂന ലഹാ ഹഖ്ഖുൻ, എന്തെങ്കിലുമൊക്കെ ഒരു ഹക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് ചോദിക്കാൻ. ഭർത്താവിന്റെ മേൽ, വഅല അബീഹ, ഉപ്പയുടെ മേൽ, അവിബിനിഹ, അല്ലെങ്കിൽ മകന്റെ മേൽ, സഹോദരന്റെ മേൽ, സഹോദരിയുടെ മേൽ, ഇവർക്കൊക്കെ ഹക്കുണ്ടെങ്കിൽ ആ ഹക്ക് ചോദിക്കാൻ വേണ്ടി ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരു സന്തോഷം അവിടെ ഉണ്ടാകും. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമൈദിൻ വലാ തസാഅലൂൻ. ചോദിക്കാനുണ്ടാകുമ്പോ പിന്നെ അവിടെ കുടുംബ ബന്ധങ്ങളൊന്നും പ്രശ്നമാകൂല. എന്റെ അടുത്ത സഹോദരില്ലേ, എന്റെ ഒരേ ചോരയല്ലേ ഒന്നും ഉണ്ടാകൂല. ചോദിക്കാനുള്ളത് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹിജ്റ വന്ന ആളോട്, സമുദ്രത്തിലൂടെ ഹിജ്റ വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോ വരുന്ന വരവിൽ ഹബശയിൽ വെച്ച് കണ്ട അത്ഭുതങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് ചെറുപ്പക്കാര് അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾ കണ്ടു, ഞങ്ങളൊരു ഭാഗത്ത് ഇരിക്കുമ്പോ ഞങ്ങളെ സമീപത്തുകൂടെ പ്രായം ചെന്ന ഒരു ഉമ്മ നടന്നു പോകുന്നുണ്ട്. പ്രായം ചെന്ന ഉമ്മയാണ്. ആ നാട്ടിൽ ഏറ്റവും പ്രായമുള്ള ഉമ്മമാരിൽപ്പെട്ടൊരു ഉമ്മ. തലയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകാണ്. പെട്ടെന്ന് അവിടുന്ന് ഒരു യുവാവ് എണീറ്റ് വന്ന് ആ ഉമ്മയെ കാലുകൊണ്ട് തടഞ്ഞ് തള്ളിയിട്ടു. അപ്പൊ മുട്ടുകുത്തിയിട്ട് ആ ഉമ്മ, പ്രായം ചെന്ന ഉമ്മ വീണു. ഈ വെള്ളം കൊണ്ടുപോകുന്ന കലം ഉടഞ്ഞുപോയി. ആ ഉമ്മ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ഈ ചെറുപ്പക്കാരനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സൗഫ തഅലമു യാ ഗാദിർ, ചതിയ നീ പിന്നീട് അറിയും. ഇദാ വലാ അല്ലാഹുൽ കുർസിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുർസി ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ഖിയാമത്ത് നാളിൽ. വജമഅൽ അവ്വലീന വൽ ആഖിരീൻ വതകല്ലമത്തിൽ ഐദി വൽ അർജുൽ, കൈകാലുകളൊക്കെ സംസാരിക്കുന്ന ദിവസമുണ്ട്. ഫസൗഫ തഅലമു കൈഫ അംരി വ അംറുക ഇൻദഹു ഗദൻ. ഇതിന് പകരം നാളെ ഇവിടുന്ന് ഒന്നുമില്ല, എന്റെയും നിന്റെയും കാര്യം അവിടുന്ന് നീ തിരിച്ചറിയും. ഈ സംഭവം അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വദഖത്ത് സ്വദഖത്ത്. ആ ഉമ്മ പറഞ്ഞത് വല്ലാത്തൊരു സത്യമാണ്. ആ പ്രായമുള്ള ഉമ്മ പറഞ്ഞത് സത്യമാണ്. കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മതൻ ലാ യുഖദു ലിളഈഫിഹിം മിൻ ശദീദിഹിം. അല്ലാഹു തആല ഒരു ഉമ്മത്തിന് എങ്ങനെ പരിശുദ്ധി കൊടുക്കും? അവരിലെ ദുർബലന് പ്രബലനിൽ നിന്ന് ആരും ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ല. കിട്ടേണ്ട അവകാശങ്ങളൊന്നും ആരും വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഈ ഉമ്മത്തിന് എങ്ങനെ പരിശുദ്ധി ഉണ്ടാകാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് കുറച്ച് ആളുകൾ പറയാണ്, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നാളെ ആഖിറത്തിൽ അവനവന് ഉള്ള അമലിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും എന്നാണല്ലോ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
സ്വന്തം ഭാരം പേറി നടക്കുന്ന ആള് വേറെ ഒരാൾക്കും അയാൾ ദുൽമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഒരാളുടേതും അയാൾ ഏറ്റെടുക്കേണ്ടി വരൂല. അതേ സമയത്ത് അയാൾ അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, കൽപ്പിക്കപ്പെടാത്ത മേഖലയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ മേലത് വെച്ച് കെട്ടും, ഭാരം ചുമക്കാൻ പറയും. അവന്റെ ഇഷ്ടമില്ലാതെ തന്നെ അവനിൽ നിന്നത് പിടിച്ചെടുക്കുകയും ചെയ്യും. എന്നിട്ട് കൊണ്ടുപോയി അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇവിടെ സഹോദരങ്ങളെ, ആഖിറത്തിൽ പാപമുള്ള മനുഷ്യൻ തന്നെ മറ്റുള്ളവരുടെ പാപം പേറേണ്ടി വരുന്ന സന്ദർഭം, അമലുകളൊക്കെ കൊടുത്താലും മതിയാകാത്ത രൂപത്തിൽ അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? അതേ സമയത്ത് സാധാരണ രൂപത്തിൽ മറ്റൊരാളെ ഉൽമോ മറ്റൊരാൾക്ക് ഹക്കോ കൊടുക്കാനില്ലാത്തവൻ അയാളെ പെരടിയിൽ അങ്ങനെ വെച്ച് കെട്ടുന്നൊരു സന്ദർഭം ഉണ്ടാവുകയില്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഈ ആയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കാര്യം, സ്വഹാബത്തിൽ നിന്ന് ചിലർ ഉദ്ധരിക്കുന്ന ഒരു കാര്യത്തെ ഗണ്ണിച്ചുകൊണ്ട് മഹദി പറഞ്ഞു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ആയത്തിൽ പറഞ്ഞത് ഒരാളുടെ ഭാരം, പാപമുള്ള ഒരാളുടെ കുറ്റം വേറൊരാൾ പേറേണ്ടി വരൂല എന്നല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെ ഗണ്ണിക്കാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിബുകായി അഹ്ലിഹി അലൈഹി. കുടുംബക്കാർ കരയൽ കൊണ്ട് മയ്യത്തിന് ശിക്ഷ നൽകപ്പെടും എന്നൊരുപാട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഒന്നും രണ്ടോ ആളുകളല്ല, ഒരുപാട് മഹാന്മാർ. ഉമർ റളിയല്ലാഹു അൻഹു, മുഗീറത്ത് ബിൻ ശുബ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാർ. ഈ റിപ്പോർട്ടും ശരി തന്നെയാണ്, റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ രണ്ടും രണ്ട് രൂപത്തിൽ മനസ്സിലാക്കണം. ആയത്തും ഹദീസും തമ്മിൽ എതിരില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ് അങ്ങനെ കുടുംബക്കാർ കരഞ്ഞുകൊണ്ടൊന്നും മയ്യത്തിന് ശിക്ഷ ഉണ്ടാകൂല. കാരണം അല്ലാഹു തആല പറഞ്ഞു വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. വേറൊരാളുടെ പാപം മറ്റൊരാൾ ഏറ്റെടുക്കേണ്ടി വരൂല, വഹിക്കേണ്ടി വരൂല എന്നാണ്. പക്ഷേ മഹാന്മാര് അത് രേഖപ്പെടുത്തി. അങ്ങനെ വരുന്നൊരു സന്ദർഭമുണ്ട്. ആയത്തും ഹദീസും തമ്മിൽ എതിരൊന്നുമില്ല, വരുന്നൊരു സന്ദർഭമുണ്ട്, ശിക്ഷിക്കപ്പെടുന്നൊരു സന്ദർഭം. എപ്പോഴാണത്? പഴയ കാലത്ത് ജാഹിലിയ കാലത്തുള്ള സംസ്കാരം പോലെ ഇപ്പോൾ ആരെങ്കിലും ചെയ്താൽ, വസിയത്ത് ചെയ്തു പോയി, ഞാൻ മരിച്ചാൽ ഒരു 10 ദിവസം ഇവിടെ കരയണം, അല്ലെങ്കിൽ 2 ദിവസം കരയണം, കരച്ചിൽ നല്ല ഊക്കൂട്ടി കരയണം, കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് വരുന്ന ആളുകൾക്ക് ഇത്രമാത്രം വലിയ സങ്കടം ഈ വീട്ടുകാർക്കുണ്ടല്ലോ എന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ഒരു വസിയത്ത് മരിച്ചുപോയ ആളിൽ നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു ചര്യയായിട്ട് ആ വീട്ടിലോ കുടുംബത്തിലോ അങ്ങനെ നടപ്പിലുണ്ടെങ്കിൽ അവർക്കാണ് ആ പറയപ്പെടുന്ന ശിക്ഷ. പഴയ കാലത്ത് അങ്ങനെ, ജാഹിലിയ കാലത്ത് മരിക്കുമ്പോ അങ്ങനെ പറയും, ഇദാ മിത്തു ഫൻഈനി ബിമാ ആന അഹ്ലുഹു വശുഖി അലയ്യൽ ജൈബ യാ ബിൻത മഅബദി. ഭാര്യനെ വിളിച്ചൊരു ഭർത്താവ് പറഞ്ഞാണ്, ഞാൻ മരിച്ചാൽ എനിക്ക് എന്തെല്ലാം ഗുണഗണങ്ങൾ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് എന്നെ വിശേഷിപ്പിക്കണം. സങ്കടം കൊണ്ട് നീ നിന്റെ കുപ്പായത്തിന്റെ മാറൊക്കെ വലിച്ചു കീറണം. സങ്കടപ്പെടാൻ വേണ്ടി പഠിപ്പിച്ചത് അല്ല. ഇത് പറഞ്ഞെടുത്ത് ചില മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ഹദീസിന്റെ ബാഹ്യഭാഗം തന്നെ ഉദ്ദേശിക്കപ്പെടാം. കാരണം മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്കും മറ്റും പകർന്നു കൊടുക്കുന്ന അറിവ് കുറവായതുകൊണ്ട് എവിടുന്നോ കിട്ടിയ സംസ്കാരം അവർ വെച്ചു പുലർത്തിയിട്ട് അങ്ങനെ ഒരു കരച്ചിലുണ്ടാക്കിയാൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം അല്ലാഹു തആല പറഞ്ഞ കൽപ്പനക്ക് അവർ മാറ്റി. അല്ലാഹു പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാന്നല്ലേ. അപ്പൊ മക്കൾക്കും കുടുംബത്തിനും നല്ല അദബൊക്കെ പഠിപ്പിച്ച് വളർത്തുന്നതിന് പകരം ആ രൂപത്തിലൊന്നും അവരെ വളർത്തിയില്ല. അവരെങ്ങനെയോ വളർന്നു, അങ്ങനെ വലുതായി. വേറൊരു നാട്ടിൽ പോയപ്പോ അവർ കണ്ടു ഇങ്ങനെ ഒരു സ്വഭാവം. ശരിയാണോ തെറ്റാണോ ചിന്തിക്കാനോ നിന്നില്ല. തെറ്റാണെന്ന് പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾ ജീവിതകാലത്ത് നിന്നതുമില്ല. അപ്പൊ അവർ ഈ അദബ് പഠിപ്പിക്കാത്തത് കൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരു ശിക്ഷ അവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പറ്റം മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാം. കാരണം അത് പഠിപ്പിക്കേണ്ടതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ അത് സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട്
വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. കുറ്റം ചെയ്ത ഒരു ശരീരം മറ്റൊരു ശരീരത്തിന്റെ കുറ്റം വഹിക്കുകയില്ല. സൂറത്തു ഫാത്തിറിൽ ഒന്നുകൂടി വിശദമായി അല്ലാഹു പറഞ്ഞു, വൈൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. ഭാരം കൊണ്ട് ഒരാൾ വിളിക്കുന്നു മറ്റൊരാളെ കുറ്റം ഏറ്റെടുക്കാൻ, വലൗ കാന ദാ ഖുർബാ, വിളിക്കപ്പെടുന്നവൻ കുടുംബക്കാരനാണെങ്കിൽ പോലും ഏറ്റെടുക്കാൻ തയ്യാറാകൂല. നല്ല വഴിക്ക് പോകുമ്പോ ഒരുപാട് കനങ്ങൾ നാളെ മറ്റുള്ളവരുടേത് ഏറ്റെടുക്കേണ്ട അവസ്ഥയും നമുക്കുണ്ടാകരുത്. പാപം ചുമക്കേണ്ട അവസ്ഥയുണ്ടാകരുത്. സത്യത്തിൽ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങളൊക്കത് വഹിച്ചോളാന്ന് പറഞ്ഞത് സത്യനിഷേധികളാണ്. അവർക്കതൊരു പ്രശ്നമല്ല. അവരങ്ങനെ പറയും, ഇത്തബിഉ സബീലനാ വൽ നഹ്മിൽ ഖത്വായാകും വമാ ഹും ബിഹാമിലീന മിൻ ഖത്വായാഹും മിൻ ശൈ. സത്യനിഷേധികളായ നേതാക്കൾ അവരുടെ അനുയായികളോട് പറയും, നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ, ഞങ്ങളത് ഏറ്റെടുത്തോളൂ. അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുമോ? അങ്ങനെ ചിലപ്പോ ആൾക്കാർ പറയും, അല്ലേ, നിങ്ങളൊക്കെ ചെയ്തോളൂ, ബാക്കിയുള്ള നമ്മൾ നോക്കിയോളാം, നമ്മൾ ഏറ്റെടുത്തോളാം, നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിട്ടാൽ മതി. അങ്ങനെ പറ്റൂല, അങ്ങനെ ഏറ്റെടുക്കാനും പറ്റൂലല്ലോ. എന്നിട്ട് അവസാനം സൂറത്തിന്റെ ആയത്തിന്റെ അവസാനം, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ, നമ്മളൊരാളെയും ശിക്ഷിക്കുകയില്ല, ഹത്താ നബ്അസ റസൂലാ, ഒരു റസൂലിനെ അയക്കുന്നത് വരെ. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല മനുഷ്യരെ സന്മാർഗത്തിലാക്കാൻ ഓരോ കാലത്തേക്ക് മുർസലീങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. വിശദമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭാഗമാണത്. പക്ഷേ മഹാന്മാരായ മുർസലീങ്ങളുടെ സന്ദേശമോ അവരുടെ വഹിയോ ലഭിക്കാത്ത ഒരു വിഭാഗം ആളുകൾ അഹ്ലുൽ ഫത്ര, ഫത്രത്തിന്റെ ആളുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റസൂലിന്റെ റിസാലത്തോ പ്രചരണമോ ഒന്നും എത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവരെ ഉയർത്തപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിനിടക്ക് 6 നൂറ്റാണ്ടുണ്ട്. അതിനിടക്ക് പല ഭാഗങ്ങളിലും നുബുവത്തും റിസാലത്തിന്റെയും ഈസാ നബിയുടെ സന്ദേശം എത്താതെ അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. പക്ഷേ അവര് നല്ല നിലക്ക് ജീവിതത്തിന്റെ ചിട്ടകളൊക്കെ പാലിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഒരിക്കലും അവർ വഴിതെറ്റി മറ്റൊരു റൂട്ടിലേക്ക് അവർ പോയിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ, ഒരു റസൂലിനെ അയക്കുന്നത് വരെ നമ്മളൊരു കൂട്ടരെ ശിക്ഷിക്കുകയില്ല. റസൂലിനെ അയച്ചിട്ട് പ്രബോധനം കൊടുത്ത് ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു സബബ് വെക്കുന്നു. ഓരോ ഭാഗത്തേക്കും മുർസലീങ്ങൾ അല്ലാഹു തആല അയക്കുന്നു. എന്നിട്ട് ആ മുർസലീങ്ങൾ പ്രബോധനം ചെയ്യുന്നു. ഫത്രത്തിന്റെ അഹ്ലുകാർ അവര് നരകക്കാരാണ് എന്ന് വിധി എഴുതാൻ പറ്റില്ല. ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, അപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ മരിച്ചു പോകുന്ന മുശ്രിക്കുകളുടെ ചെറിയ കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവരോന്ന് ചോദിച്ചു. അപ്പൊ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു, ഔലാദുൽ കുഫാരി ഖുദ്ദാമു അഹ്ലിൽ ജന്ന, അവർ സ്വർഗക്കാർക്കുള്ള ഖാദിമീങ്ങളാണ്, ചെറിയ കുട്ടികൾ. സ്വന്തം മക്കളെ ഒരു ബാപ്പയും വിട്ടുകൊടുക്കൂല. മാത്രല്ല വിശ്വാസികളുടെ മക്കൾ, അവരോടുകൂടെ നമ്മൾ ആ മക്കളെ ചേർക്കുന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. അൽഹഖ്നാ ബിഹിം ദുര്രിയത്തുഹും മാലത്നാഹും മിൻ അമലിഹിം മിൻ ശൈ. ഈമാനോട് കൂടെ പോയി ആ ഈമാനിൽ കൂടെ നടന്ന മക്കളെ ആ വാപ്പമാരിലേക്ക് ഉമ്മമാരിലേക്ക് ചേർത്തി കൊടുക്കും. അത് പിന്നെ ഒരു വാപ്പയും ചെറിയ കുട്ടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ അവിടെ ഖാദിമീങ്ങൾ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾ, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ചുറ്റിക്കറങ്ങുന്ന മക്കളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ. അതാരാണ്? രണ്ടഭിപ്രായം പറഞ്ഞിടത്ത് ഒരഭിപ്രായം മഹാന്മാര് പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആളുകളുടെ കുട്ടികളെ ബാപ്പമാരും ഉമ്മമാരൊന്നും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അത് മുശ്രിക്കുകളുടെ, കാഫിരീങ്ങളുടെ ചെറിയ കുട്ടികൾ, മരണപ്പെട്ടു പോകുന്നവർ, അവർക്ക് ശിക്ഷയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി അവിടെ ഏൽപ്പിക്കുകയാണ്, ഖിദ്മത്തിന് വേണ്ടി.
കാരണം അവർക്ക് പ്രത്യേക പ്രബോധനങ്ങളും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് വിലയിരുത്താനോ സ്വീകരിക്കാനോ സമയമായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ഇതേ രൂപത്തിൽ ഫത്രത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട പ്രബോധനത്തിന്റെ മേഖല എത്താത്ത ഒരുപാട് വിഭാഗം ആളുകൾ പഴയ കാലത്ത്, ഇപ്പോഴുണ്ടോന്നറിയില്ല, പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് ജീവിച്ചവരിലുണ്ട്. പക്ഷെ അവരിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലായി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി. പഴയകാല ഗ്രന്ഥങ്ങളിൽ നിന്ന് ആളുകൾ പറഞ്ഞു കേട്ടതിനനുസരിച്ചുള്ള വിവരമനുസരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, അങ്ങനെയാണെങ്കിലും ശിർക്ക് വെച്ച് മുശ്രിക്കീങ്ങളായി നടന്ന ആളുകൾക്ക് പൊറുക്കപ്പെടുകയില്ല. കാരണം അല്ലാഹു തആലാന്റെ ഏകത്വം മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് അല്ലാഹു തആല സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിലെ തെളിവുകൾ തന്നെ മതി. ഏകത്വം മനസ്സിലാക്കാൻ, തൗഹീദ് മനസ്സിലാക്കാൻ. അതിന് ഒരു നബി വന്നിട്ട് ഓതിക്കൊടുത്തോളണം എന്നില്ല. അതിനാണ് അല്ലാഹു തആല ബുദ്ധി കൊടുത്തു. ആ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിയും. ചിലർ ചോദിക്കും, ഉസ്താദേ ഓർക്കൊക്കെ ദീനീദേവത്ത് എത്തിയിട്ടില്ലല്ലോ, ഓലൊക്കെ ദീനീദേവത്ത് കിട്ടാതെ അങ്ങനെ മരിച്ചുപോയതല്ലോ, എന്നാ പിന്നെ മറ്റീനെങ്ങനെ ദേവത്ത് എത്തിയത്? അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അല്ലാഹു തആലാന്റെ ഏകത്വം മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് നേർക്കുനേരെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കും, അല്ലാത്തവർ ആ വഴിയിലേക്ക് വരൂല. ഇവിടെ പ്രബോധനം എത്താതെ ജീവിച്ചിട്ടും ശിർക്ക് വെക്കാതെ നല്ല തൗഹീദിലായി അടിയുറച്ചു നിന്നുപോയ ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരിൽപ്പെട്ട ഒരു മഹാനാണ് അബ്ദുൽ മുത്തലിബ്. നിങ്ങൾ നോക്കുക, അബ്ദുൽ മുത്തലിബ് ഒരിക്കലും ഒരു സ്വനമിന് അബ്ദുൽ മുത്തലിബ് തനകുനിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ പോലും ഒരു പ്രതിമക്ക് ബലിദാനം ചെയ്യുകയോ ആരാധന നടത്തുകയോ ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ ആരാധിക്കാതിരുന്നത്? സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അന്ന്. മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, നേരത്തെ വിശുദ്ധിയിൽ ജീവിച്ചതാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിക്ക് എന്താ വിളിക്കുന്ന പേര്? ഖദീജത്തു ത്വാഹിറ. ജാഹിലിയ്യ കാലഘട്ടത്തിലും വിളിക്കുന്ന പേരെങ്ങനെയാണ്, ശേഷം വിളിക്കുന്ന പേരെങ്ങനെയാണ്. എന്താ അതിന്റെ കാരണം? അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരിക്കലും ഒരു സ്വനമിന് സുജൂദ് ചെയ്തിട്ടില്ല, ആരാധിച്ചിട്ടില്ല. ആ ഒരു പരിശുദ്ധിയിലായിട്ടാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. പിന്നെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഖദീജ റളിയല്ലാഹു അൻഹ അന്വേഷണത്തിലായിരുന്നു. വറഖത്ത് ബിൻ നൗഫലിൽ നിന്നും മറ്റും കിട്ടിയ വിവരങ്ങൾക്കനുസരിച്ച് ഒരു നബിയുടെ കാത്തിരിപ്പിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ നോക്കൂ, ചില ആളുകൾ അബ്ദുൽ മുത്തലിബിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതാക്കളെയും പിതാക്കളെയും ഒക്കെ ശിർക്കിലേക്ക് കൊണ്ടുപോയി. നഊദു ബില്ലാഹി മിൻ ദാലിക, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനൊന്ന്, അവരീ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്ന ആളുകളല്ല. രണ്ടാമത്, അവർ ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും അള്ളാഹുവിനെ ആരാധിച്ച ആളുകളാണ്. അബ്ദുൽ മുത്തലിബ് എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും കഅബന്റെ അടുത്ത് പോയി, അവിടെ വേറെയും കുറെ ആളുകളുണ്ടല്ലോ, പലരും ഉണ്ടല്ലോ, അവരോടൊന്നും പറയാതെ അള്ളാഹുവിനോടല്ലേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞിരുന്നു. അബ്രഹത്തും കൂട്ടരും വന്നപ്പോൾ വരെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥന നടത്തി, പടച്ചോനെ യാ റബ്ബി ലാ അർജൂ ലഹും സീവാക, നിന്നെ അല്ലാതെ ഞാൻ മറ്റാരെയും ഇവർക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവര് വരുമ്പോ അവരുടെ ശക്തി നീ ക്ഷയിപ്പിക്കണം, അല്ലെങ്കിൽ
നിന്റെ ഈ പരിശുദ്ധമായ കഅബ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അബ്രഹത്ത് രാജാവിനോടും അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് അങ്ങനെയാണ്. ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോ കഅബന്റെ ഒരു വിഷയവും പറയാതെ എന്റെ തൊഴിലാളി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരാൾ ഒട്ടകങ്ങൾ തെളിച്ചു കൊണ്ടുപോയി എന്ന് എന്നോട് പരാതി പറഞ്ഞു. ഞാനത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് രാജാവ് പറഞ്ഞു, നിങ്ങൾ വരുമ്പോ എനിക്ക് വലിയ ധൈര്യമായിരുന്നു, നിങ്ങൾ വന്നപ്പോ ചർച്ചയ്ക്ക് വേണ്ടി വന്നപ്പോ നേതാവന്നെ വന്നല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ സന്തോഷത്തിലായിരുന്നു. പക്ഷെ നിങ്ങൾ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ കണ്ണിൽ വളരെ ചെറുതായി. നിങ്ങൾ സ്വന്തം കാര്യമാണ് ഇവിടെ വന്നിട്ട് കാര്യമായി പറഞ്ഞത്, നാട്ടുകാരുടെ കാര്യം കഅബന്റെ കാര്യം ഒന്നും നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുത്തില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബുൽ ലിബിൽ, ഞാൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്. വൈന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉക അൻഹു, കഅബക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് നിന്നെ തടയുക തന്നെ ചെയ്യും, നിന്നെ അങ്ങോട്ട് അടുപ്പിക്കൂല. ആ ആത്മധൈര്യം കൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് എന്ന വലിയ നേതാവ് എല്ലാവരോടും അവരവരുടെ വീടുകളിലും അവരവർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഒതുങ്ങിക്കൂടാൻ പറഞ്ഞു. മക്കക്കാരോട് ആരോടും നിങ്ങൾ വാളും കുന്തവും എടുത്തിട്ട് ഈ ആളുകളെ ഒന്ന് ആട്ടി ഓടിപ്പിക്കണം എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അതൊരു സാധാരണ ധൈര്യമല്ല, അബ്ദുൽ മുത്തലിബിലുള്ള തൗഹീദിന്റെ ധൈര്യമാണ്. കഅബയുടെ വട്ടക്കണ്ണി പിടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് തിരിയുമ്പോ പക്ഷികൾ വരുന്നതാ കാണുന്നത്. അപ്പോൾ പിന്നെ ഇവരെ അവസ്ഥ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് അബൂ ത്വാലിബിനെ പറഞ്ഞയച്ചു. അബൂ ത്വാലിബ് ഇങ്ങനെ പോയി ഇവരെ അവസ്ഥ കണ്ടപ്പോ വേഗം അബ്ദുൽ മുത്തലിബിനോട് വന്നിട്ട് പറഞ്ഞു, അവരൊക്കെ കുടുങ്ങി, പക്ഷികള് നല്ല ഏറെറിയുന്നുണ്ട്, ഏറ് കുറിക്ക് കൊള്ളുന്നുണ്ട്, അവരൊക്കെ ചത്തു മലർത്തി വീഴുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ആ വന്ന അബ്രഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ നുഫൈൽ ബിൻ ഹബീബിനെ ചോദിക്കാം. നുഫൈൽ ബിൻ ഹബീബ് എന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ അബ്രഹത്തിനോട് വഴിവക്കിൽ വെച്ച് നേരിട്ടിട്ട് പറഞ്ഞു, കഅബ പൊളിക്കാൻ പോകരുത്. നേരിട്ടവരൊക്കെ ഇയാൾ പിടിച്ച് അറസ്റ്റ് ചെയ്യും, ചിലരെ കൊന്നും കളയും. അയാളുടെ സ്വാധീനാണ്. യമനിലെ രാജാവല്ലേ, സമ്പത്തും സ്വാധീനമൊക്കെ ഉണ്ടല്ലോ, അന്നൽക്ക് ചെയ്യാം. നുഫൈൽ ബിൻ ഹബീബിനെ കൊല്ലാൻ പുറപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലരുത്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മക്കയിലെ വഴികളൊക്കെ ചെറുതും വലുതൊക്കെ അറിയുന്ന ആളാണ് ഞാൻ. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, കൊല്ലണ്ട, കാരണം മക്കയിലേക്ക് ഇടവഴിയിലൂടെ പോകണമെങ്കിൽ ഇയാളോട് ചോദിച്ചാൽ മതിയല്ലോ. ഇനി മക്കയിൽ പോയി ഒരാളെ സഹായം സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അയാൾ ഗൈഡായിട്ട് അവിടെ നിന്നോട്ടെ. ഏറ് കിട്ടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാണ്, നുഫൈൽ എവിടെ, നുഫൈൽ എവിടെ? അപ്പൊ അദ്ദേഹം പറയാണ്, എല്ലാവരും എന്നെ വിളിച്ചു ചോദിക്കുന്ന അവരെ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ അവർക്ക് എന്തോ കടം കൊടുക്കാണ്ട് തോന്നുന്നുണ്ട്. ആ രൂപത്തിലാ വിളിക്കുന്നത്. ഈ ഹബശികൾക്കൊക്കെ ഞാൻ എന്തോ കടം കൊടുക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതേ രൂപത്തിലാണ് അവരെ ചോദ്യം. ഞാൻ അവർക്കൊന്നും കൊടുക്കാനല്ലോ, പക്ഷെ വഴി കാണണ്ടേ, തിരിച്ചറിഞ്ഞു പോകണ്ടേ. എത്ര കറക്റ്റായിട്ടാണ് അല്ലാഹു തആല തടഞ്ഞത്. റബ്ബ് നിന്നെ കഅബന്റെ റബ്ബ് തടയുന്നു പറഞ്ഞ സ്പോട്ടിൽ തടഞ്ഞു. ഒരു രക്ഷയും കിട്ടിയില്ല, ഒരു സംരക്ഷണവും കിട്ടിയില്ല. ആ അബ്ദുൽ മുത്തലിബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള അസാധാരണത്വവും വിശ്വസിച്ച വലിയ മഹാനാണ്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തങ്ങളെയും എടുത്തിട്ട് മഴ ചോദിക്കാൻ വേണ്ടി കഅബന്റെ മുറ്റത്തേക്ക് അബ്ദുൽ മുത്തലിബ് വന്നു. ആ അബ്ദുൽ മുത്തലിബിലും വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അബ്ദുൽ മുത്തലിബിന് കറക്റ്റ് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഘട്ടങ്ങളിലും അബ്ദുൽ മുത്തലിബ് ജയിച്ചത്. എതിർത്ത ആളുകൾ മുഴുവനും പരാജയപ്പെട്ടു പോയത്. എന്നാൽ അബൂ ത്വാലിബ് നോക്കി നിങ്ങൾ, അബൂ ത്വാലിബ് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും തുറന്നു പറയാൻ തയ്യാറാകാത്ത ആളായിരുന്നു അബൂ ത്വാലിബ്. അതുകൊണ്ടാണ് ചെറിയ ശിക്ഷക്ക് അബൂ ത്വാലിബ് വിധേയനാകേണ്ടി വരുന്നത്. പിന്നീട് അബൂ ത്വാലിബ് രക്ഷപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലൗലാ കുന്തു അന ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അബൂ ത്വാലിബ് നരകത്തിന്റെ ആഴിയിലായിരിക്കും, അടിത്തട്ടിയിലായിരിക്കും. ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി. എന്റെ ശഫാഅത്ത് അബൂ ത്വാലിബിന് പ്രയോജനപ്പെടും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സംരക്ഷണവും സഹായവും സ്നേഹവും അബൂ ത്വാലിബ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഉറച്ച വിശ്വാസമുണ്ട്. നേതൃത്വത്തെയും കൂട്ടുകാരെയും ഭയന്ന് അത് പുറത്തു പറയാൻ അബൂ ത്വാലിബ് തയ്യാറായി. തങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വിഷയവും അത് തന്നെയായിരുന്നു. അബൂ ത്വാലിബിന്റെ ആ ഒരു പ്രഖ്യാപനവും പരസ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുള്ള ഷഹാദത്തും സാക്ഷ്യവുമായിരുന്നു തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. അബൂ ത്വാലിബ് അതിന് കൂട്ടുനിർത്തില്ല. ബാക്കിയുള്ള ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. അന്ന് ജീവിച്ചിരുന്ന കാലത്ത് വേറൊരാളുണ്ടായിരുന്നു, സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്നൊരു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കാലത്ത് അദ്ദേഹം വേറൊരു നാട്ടിലാണ്, മിസ്ർ ഭാഗത്ത്, ഇറാഖ് ഭാഗത്തൊരു നാട്ടിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീന് അതേ ഞാൻ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞ് അത് അന്വേഷിക്കാൻ വേണ്ടി പല നാട്ടിലൂടെ ഇങ്ങനെ പോയി വരിക. വരുന്നതിനിടക്ക് ക്രൈസ്തവർ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ആ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം നല്ല മഹാനായിരുന്നു. അതുകൊണ്ടാണ് അവരോട്, അന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇതൊന്നും തിരിയില്ല എന്ന് പറയാൻ പറ്റൂല, മക്കക്കാരോട് അദ്ദേഹം പറഞ്ഞു, തറക്തുല്ലാത്ത വൽ ഉസ്സ ജമീഅ കദാലിക യഫഅലു റജുലുൽ ബസീറു റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു. ഞാൻ പറഞ്ഞു വന്നത് തൗഹീദ് മനസ്സിലാക്കാൻ ഒരു ശരീഅത്തുമായിട്ട് നബി വന്നെങ്കിലല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നല്ല മഹാന്മാർ പഠിപ്പിച്ചത്. തൗഹീദ് മനസ്സിലാക്കാൻ അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ മതി. അതുകൊണ്ടാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ പറഞ്ഞത്, ഞാൻ ഒരു റബ്ബിനെയാണോ ആരാധിക്കേണ്ടത്, എനിക്ക് 1000 റബ്ബിനെ. ലാത്തനെ ഞാൻ ഒഴിവാക്കി, ഉസ്സനെ ഒഴിവാക്കി. കദാലിക യഫഅലു റജുലുൽ ബസീറു, ഉൾക്കാഴ്ചയുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ എങ്ങനെ ചെയ്യാം. അങ്ങനെ ജീവിച്ചിരുന്നു. ഇതേ രൂപത്തിൽ സത്യാന്വേഷിയായി നടന്ന് വേറൊരാളാണ് അബ്ദുല്ലാഹിബിനു ഉബൈദുല്ലാഹിബിൻ ജഹ്ഷ് എന്ന് പറയുന്നത്. നബിതങ്ങളെ കൊണ്ട് സ്വീകരിച്ചു. പക്ഷെ പിന്നീട് കാര്യലാഭത്തിന് വേണ്ടി നസ്രാനിയായി മാറി. അങ്ങനെ അങ്ങോട്ട് മരിച്ചുപോയി. അതിൽ രക്ഷപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറഖത്ത് ബിൻ നൗഫൽ സ്വർഗ്ഗത്തിലാണ്. തുടക്ക കാലഘട്ടത്തിലെ വറഖത്ത് ബിൻ നൗഫൽ ഉണ്ടായിട്ടുണ്ട്. ആ വറഖത്ത് ബിൻ നൗഫലും ഈ പറയുന്ന കൂട്ടത്തിലാണ്. അതിൽ എണ്ണുന്ന വേറൊരാളുണ്ട്, അദ്ദേഹം മുസ്ലിം അല്ല, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്. നമ്മളെ മങ്കൂസ് മൗലവി പരിചയപ്പെടുത്തിയാണ്. അയാൾ മുസ്ലിം അല്ല. അയാൾ ഇവരെ കമ്പനിയിൽപ്പെട്ട ഒരാളെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയ കൂട്ടത്തിൽ. പക്ഷെ അയാൾ അങ്ങനെ ആ ശിർക്കിൽ അങ്ങനെ ഉറച്ചു. അന്നത്തെ കാലത്തും ആളുകൾക്ക് ഈ ചിന്തയും ഈ ബോധമൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് അവരിലേക്ക് എത്താൻ പലരും അവിടെ താമസിച്ചിരുന്നില്ല. പക്ഷെ എന്നാലും തൗഹീദിൽ അടിയുറച്ചു നിന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു ജീവിതം അവരവിടെ കാഴ്ചവെച്ചിരുന്നു. തൗഹീദിനെതിരായിട്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുഖ്യമായിട്ടും മക്കയിലും പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബലിദാനം, ബലി അർപ്പിക്കുക, സ്വനമുകൾക്ക് വേണ്ടി, പ്രതിമകൾക്ക് വേണ്ടി ബലി അർപ്പിക്കുക. അത് വർഷത്തിൽ പല തവണയായി ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതിലൊന്നും ഈ ബുദ്ധിയുള്ള മഹാന്മാരാരും സംബന്ധിക്കുകയോ നേർച്ചയാക്കുകയോ ഒന്നും ചെയ്യൂല, അതിനുവേണ്ടി പോവുകയോ ചെയ്യുകയില്ല. അപ്പോ ഒമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല എന്ന ഈ ആയത്തിൽ നിന്ന് ഉലമാ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അന്നൽ അഹ്കാമ ലാ തസ്ബുതു ഇല്ലാ ബിശർഇ. ഹുക്കുമുകൾ അത് ശറഅ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടൂല. ഏത് ഹുക്കുമും സ്ഥിരപ്പെടണമെങ്കിൽ ശറഅ് വേണം. ശറഅ് വേണ്ട ഹുക്കുമ് സ്ഥിരപ്പെടാൻ എന്ന് വാദിക്കുന്ന ഒരു പക്ഷം നേരത്തെ ഉണ്ടായിരുന്നു, മുഅ്തസിലത്ത്. അവര് പറയുന്നത് ബുദ്ധി കൊണ്ട് തീരുമാനിച്ചാൽ മതി, നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, ചെയ്യാൻ പാടുള്ളത് ഏതാണ്, പാടില്ലാത്തതാണ്. അത് ശരിയല്ല. കാരണം ഒരു പക്ഷെ ബുദ്ധിക്ക് ചിലപ്പോൾ നല്ലതാന്ന് തോന്നും, ശരീഅത്തനുസരിച്ച് നോക്കുമ്പോ അത് ശരിയല്ലാന്ന് തോന്നും. ബുദ്ധിക്കനുസരിച്ച് അത് നല്ലതാണ്, അതെന്നെ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണല്ലോ ഹുഫ തടവുന്നിടത്ത് മഹാന്മാര് പറഞ്ഞു, ബുദ്ധിയോണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഹുഫ എവിടെ തടവുക? കാലിന്റെ അടിയിലാ തടവുക. ലൗകാനദ്ദീനു ബിർറഈ
അഭിപ്രായവും ബുദ്ധിയൊക്കെ അനുസരിച്ചാണ് മതം എന്നെങ്കിൽ മേലല്ല ഹുഫ തടവുക, താഴെ. കാരണം ചളിയും ഇതൊക്കെ പൊടിയുണ്ടാകാൻ കൂടുതൽ ചാൻസ് താഴല്ലേ. പക്ഷെ ഹുഫ തടവൽ എവിടെയാണ്? മേലെയാണ്. അപ്പൊ ഹുക്കുമുകൾ കണ്ടെത്തേണ്ടത് ബുദ്ധി കൊണ്ടല്ല, അത് ശരീഅത്ത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാത് കാലങ്ങളിൽ അയക്കുന്ന അംബിയായിലൂടെ ആ ശരീഅത്ത് ഇവിടെ നടപ്പിലാക്കും. അപ്പൊ അംബിയാക്കളുടെ റിസാലത്തും അവരുടെ പ്രബോധനവും എത്താതെ അല്ലാഹു തആല എത്ര വലിയ കാരുണ്യവാനാ നോക്ക് നിങ്ങൾ. വെറുതെ ഒരാൾ അല്ലാഹു തആല ശിക്ഷിക്കൂല. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഞാൻ എൻ്റെ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നു. ദുആയിലേക്ക് തങ്ങൾ വാപ്പ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും പകർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ.